ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഏവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ശറിയോ ഞായറാഴ്ച യേശുക്രിസ്തു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവം വിവരിക്കുന്ന ഏവൻഗേലിയൻ വേദഭാഗമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏതാനും ചിന്തകളെ നമുക്ക് കാണാം ഈ ഏവൻഗേലിയൻ വേദഭാഗം. ഒന്നാമത്തെ ചിന്ത, കാത്തിരിപ്പിനെ കനകമാക്കുന്ന ദൈവിക സമയം, ദ ഡിവൈൻ ടൈമിംഗ് ഓഫ് മിറക്കിൾസ്. യേശുക്രിസ്തു ചില ദിവസം കഴിഞ്ഞാൽ പിന്നെയും കഫർന്നഹൂമിലേക്ക് കടന്നു വരികയാണ്. യേശു നേരത്തെ കഫർന്നഹൂമിൽ വന്നിരുന്നു. അന്ന് അനേകർക്ക് സൗഖ്യം നൽകി. എന്നാൽ ഈ തളർവാദക്കാരൻ അന്ന് സൗഖ്യമാക്കിയില്ല. വീണ്ടും യേശുക്രിസ്തു ചില ദിവസങ്ങൾ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ സമയം തെളിഞ്ഞത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിന്റെ കലണ്ടറിലെ സമയവും നമ്മുടെ കൈത്തണ്ടയിലെ വാച്ചിലെ സമയവും ഒന്നല്ല. ദൈവം വായിക്കുന്നത് നിങ്ങളെ ഉപേക്ഷിക്കാനല്ല, മറിച്ച് നമ്മളുടെ സാക്ഷ്യം കൂടുതൽ മഹത്വമുള്ളതാക്കാനാണ്. അതുകൊണ്ടാണ് ഈ ചിന്ത നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്, കാത്തിരിപ്പ് തകരാനുള്ള സമയമല്ല. കാത്തിരിപ്പിന്റെ കാലം തളരാനുള്ളതല്ല. പകരം 4 സുഹൃത്തുക്കളെ പോലെ വിശ്വാസത്തിൽ വേരൂന്നാനുള്ള സമയമാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് വേണമെന്ന് വാശി പിടിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെയായിരിക്കരുത്. കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ തളർവാദ രോഗിയെ പോലെ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി സൗഖ്യത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇംഗ്ലണ്ടിലെ അടിമക്കച്ചവടം നടന്നിരുന്ന കാലഘട്ടത്ത് ഒരുപാട് ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ അടിമകളെ കൊണ്ടുവന്നു അതിക്രൂരമായിട്ട്, അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിലെ പാവപ്പെട്ട മനുഷ്യരെയും അടിമകളാക്കിക്കൊണ്ട് ക്രൂരമായ അടിമക്കച്ചവടം നടന്നിരുന്ന സമയമാണ്. വില്യം വിൽബർ ഫോഴ്സ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇംഗ്ലണ്ടിലെ അടിമ കച്ചവടം എന്ന ക്രൂരത അവസാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പാർലമെന്റിൽ നിരന്തര ശബ്ദമുയർത്തി. 1 വർഷമല്ല, 2 വർഷമല്ല, നീണ്ട 20 വർഷമാണ് അദ്ദേഹം പരാജയങ്ങൾക്കിടയിലും പോരാടിയത്. അദ്ദേഹം പോരാടുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായത്. പക്ഷേ തളർവാദക്കാരൻ തൻ്റെ കിടക്കയിൽ നിന്ന് സൗഖ്യത്തിനായി കാത്തിരുന്നത് പോലെ വിൽഫർ ഫോഴ്സ് നീതിക്കായി കാത്തിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് പാർലമെന്റിൽ ആ നിയമം പാസ്സായി. അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചങ്ങലകൾ തകർത്തു. ദൈവത്തിന്റെ സമയം ഇപ്പോഴും കൃത്യമാണ്. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട് തളർവാദ രോഗിക്ക് അവൻ സൗഖ്യമാകുന്ന സമയം, കാത്തിരിപ്പിനെ കനകമാക്കുന്ന ദൈവിക സമയം സമാഗതമായതുപോലെ നമ്മുടെ ജീവിതത്തിലും സൗഖ്യത്തിനായിട്ട്, നമ്മുടെ കുടുംബജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലൊക്കെ പ്രതിസന്ധികൾക്ക് അറുതി വരുത്തുവാനായിട്ട് കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം. ചൈനയിലെ ചൈനീസ് ബാമ്പു മുള വിതച്ചാൽ 5 വർഷത്തോളം മണ്ണിന് മുകളിൽ ഒന്നും കാണില്ല. കർഷകൻ നിരാശനാകാതെ നനച്ചുകൊണ്ടിരിക്കും. 5-ാം വർഷം 6 ആഴ്ച കൊണ്ട് അത് 90 അടി ഉയരത്തിൽ വളരും. ആ 5 വർഷം അത് താഴേക്ക് വേരുകൾ ഉറപ്പിക്കുകയായിരുന്നു. നമ്മുടെ കാത്തിരിപ്പും ആത്മീയമായ വേരുകൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. പഴുക്കാത്തൊരു പഴം പറിച്ചെടുത്തെങ്കിൽ അത് പുളിക്കും. അത് മധുരിക്കണമെങ്കിൽ അതിൻ്റെ സമയമാകണം. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും ഭാഗമാകാൻ ദൈവത്തിൻ്റെ സമയം അനിവാര്യമാണ്. വിശുദ്ധ മോണിക്ക, വിശുദ്ധ അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിനായിട്ട് 30 വർഷത്തോളം കണ്ണീരോടെ കാത്തിരുന്ന അമ്മയാണ് മോണിക്ക. അവർ പറഞ്ഞു, കണ്ണീരോടെ കാത്തിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം നൽകുന്ന മറുപടി ലോകത്തെ വിസ്മയിപ്പിക്കാനാവുന്നതാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, കാത്തിരുന്നാൽ കതിരുകൾ കാണും. ദൈവം വൈകിപ്പിക്കുന്ന ചതിക്കാനല്ല, ഒരുക്കാനാണ്. സമയമെന്നാൽ കല്ലും കനിയായി മാറും. നമ്മുടെ നിരാശകളെല്ലാം ഉപേക്ഷിച്ച് പ്രാർത്ഥനകൾക്ക് ഉടനെ മറുപടി ലഭിക്കാത്തപ്പോൾ ദൈവം മറന്നൊന്നും ഒരിക്കലും കരുതരുത്. അവൻ്റെ സമയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുക. കാത്തിരിപ്പിൻ്റെ സമയത്ത് പരാതി പറയാതെ ഉപയോഗിക്കാതെ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള അവസരമായി അതിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവർക്ക് വേഗത്തിൽ അനുഗ്രഹം ലഭിക്കുന്നത് കണ്ട് അസ്വസ്ഥരാകരുത്. ഓരോരുത്തർക്കും ദൈവം നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക സമയമുണ്ട്.
ഒരുപക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർന്നഹൂമിൽ മടങ്ങി വന്ന് തന്നെ ആ ഒരു തളർവാദക്കാരനെ മാത്രം ലക്ഷ്യം വെച്ചായിരിക്കാം. നമ്മുടെ ജീവിതത്തിലും ആ ദൈവിക നിമിഷം വരാനിരിക്കുന്നേ ഉള്ളൂ. ആ കാത്തിരിപ്പിന് ശേഷം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കൂടുതൽ മധുരമുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായിരിക്കും. ആയതുകൊണ്ട് നിങ്ങളാരും തളരേണ്ട ആവശ്യമില്ല, പതറേണ്ട ആവശ്യമില്ല. തളർവാദക്കാരൻ യേശുവിന് വേണ്ടി കാത്തിരുന്നത് പോലെ നമുക്കും സൗഖ്യത്തിനായി, സമാധാനത്തിനായി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാം. രണ്ടാമത്തെ ചിന്ത, ജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളെ മാറ്റും ദൈവം. God who transforms our centers. താൻ ഭവനത്തിൽ ഉണ്ട് എന്ന് കേട്ടപ്പോൾ വാതിലിന് മുമ്പിലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം വളരെയധികം ആളുകൾ വന്നുകൂടി. യേശു കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ അങ്ങോട്ട് ജനം ഒഴുകി വരികയാണ്. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് കഫർന്നഹൂം തിരഞ്ഞെടുത്തത് യാദൃശ്യമല്ല. അക്കാലത്തെ പ്രധാന വാണിജ്യ പാതകൾ കടന്നു പോകുന്ന പല നാടുകളിൽ നിന്നുള്ള ഒത്തുചേർന്ന ഒരു വലിയ സ്ഥിരാകേന്ദ്രമായിരുന്നു കഫർന്നഹൂം. പ്രിയമുള്ളവരെ, യേശു ഒരു വീട്ടിലുണ്ടെങ്കിൽ അങ്ങോട്ട് ജനം യേശുവിനെ കാണാനായിട്ട് കടന്നു വരും, യേശുവിനെ ദർശിക്കുവാനായിട്ട് വരും. യേശു, രണ്ടാമത്തെ ചിന്ത ഏതാണ് പറയുന്നത്? യേശു നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ, നമ്മളിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അങ്ങോട്ട് ക്രിസ്തുവിനെ തേടിയ ആളുകൾ വരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ത് സംഭവിക്കും? പർവ്വതത്തിലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ കഴിയില്ല. ഒരു നഗരത്തിന്റെ മധ്യത്തിൽ സ്ഥാപിക്കപ്പെട്ട വിളക്ക് ആ നഗരത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്നത് പോലെ നാം ഉപ്പും വെളിച്ചവുമായി മാറേണ്ടത് നമ്മുടെ സ്വാധീന മേഖലകളാണ്. ആയതുകൊണ്ട് യേശുവിനെ കാണുവാൻ ആളുകൾ വന്നതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരെയും അതുപോലെ കാണുവാനായിട്ട് ആളുകൾ വന്നു. യേശുവിൻ്റെ നാമം പേർന്ന് നമ്മൾ ഓരോരുത്തരെയും കാണുവാൻ, നമ്മിൽ നിന്ന് അത്ഭുതങ്ങൾ, നമ്മളിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ, രോഗസൗഖ്യം ലഭിക്കുവാനായിട്ട് കടന്നു വരുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കേണ്ടി. യേശുക്രിസ്തു കഫർന്നഹൂമിനെ സ്വന്തം പട്ടണം എന്ന് വിളിച്ചു. ദൈവം വസിക്കുന്നിടം അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന, നിന്റെ ഹൃദയത്തെ നീ ഒരു കഫർന്നഹൂമാക്കുക, അവിടെ ക്രിസ്തു വസിക്കട്ടെ, നിന്റെ ജീവിതം ലോകത്തിന് പ്രകാശമായി മാറും. ഈ രണ്ടാമത്തെ ചിന്ത തന്നെയാണ് പറയുന്നത്. യേശു ആ ഭവനത്തിലുണ്ടായിരുന്നപ്പോൾ അനേകർ കടന്നു വന്നു, കഫർന്നഹൂമിലേക്ക് കടന്നു വന്നപ്പോൾ അനേകർ കടന്നു വന്നു. നമ്മൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നത് പല രീതിയിൽ ആകർഷിക്കാൻ സാധിക്കും. മദ്യം കൊടുത്തു, അല്ലെങ്കിൽ മാജിക് കാണിച്ചു, അല്ലെങ്കിൽ പല രീതിയിലൊക്കെ ആകർഷിക്കാൻ സാധിക്കും. പക്ഷേ ഒരാൾക്ക് സൗഖ്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് സമാധാനം കൊടുക്കുന്നത് ക്രിസ്തുവിൻ്റെ ശൈലിയാണ്. ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ചിന്ത കൂടിയുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം, പ്രയോറിറ്റി എന്താണ്? പണമാണോ, പദവിയാണോ, അത് ക്രിസ്തുവാണോ? കഫർന്നഹൂമിൽ വീട്ടിൽ ക്രിസ്തു ഉണ്ടായിരുന്നപ്പോൾ അനേകർ ക്രിസ്തുവിൻ്റെ അടുത്ത് നിന്ന് സൗഖ്യം പ്രാപിച്ചു. ജീവിതത്തിൻ്റെ മധ്യസ്ഥാനം ക്രിസ്തുവിന് നൽകുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അതാണ് രണ്ടാമത്തെ ചിന്ത പറയുന്നത്. നമ്മുടെ ജോലി സ്ഥലത്തോ ബിസിനസ് സ്ഥാപനങ്ങളിലോ എവിടെയെങ്കിലും ക്രിസ്തുവിൻ്റെ കേന്ദ്രീകൃതമായ ജീവിതം നിർമ്മിക്കുവാൻ നമുക്ക് സാധിക്കും. യേശു കഫർന്നഹൂമിലുണ്ടെന്ന് കണ്ടപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകി. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് യേശു ഉണ്ടെങ്കിൽ നമ്മളിലൂടെ ദൈവിക നന്മകൾ മറ്റുള്ളവരിലേക്ക് ഒഴുകും. നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സ്വന്തം പട്ടണമാക്കി മാറ്റുക. മൂന്നാമത്തെ ചിന്ത, മതിലുകൾ ഭേദിക്കുന്ന സുവിശേഷ പ്രസംഗം. The gospel that breaks the boundaries. യേശു അവരോട് വചനം പ്രസംഗിച്ചു. രണ്ടാമത്തെ വാക്യം. യേശുക്രിസ്തുവിടെ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ചെയ്താണ് വചനം പ്രഘോഷണം നടത്തി. ആ വീട്ടിൽ ലോകശാന്തിയും പാവമോചനവും നടക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം ഉപരിയായി യേശു ചെയ്ത് വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അത്ഭുതങ്ങൾക്കായിട്ടല്ല, വചനത്തിനായിട്ടാണ് ജനം ആ വീട് നിറച്ചത്. ദൈവവചനം ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ ആ വീടിൻ്റെ 4 ചുമരുകളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, അത് മതിലുകൾ ഭേദിച്ചും മേൽക്കൂരകൾ പൊളിച്ചും പുറത്തേക്ക് വരും. നമ്മുടെ ജീവിതം സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വേദിയാകുമ്പോൾ തടസ്സങ്ങൾ മാറി ദൈവിക പദ്ധതികൾ വരും. വചനത്തോടും വഴിമാറാത്തൊരു തടസ്സവും ലോകത്തില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളാകുന്ന ഭവനം
വചനപ്രഘോഷണത്തിൻ്റെ ഇടമാണ്. യേശുവിനെ പ്രസംഗിക്കുന്നു. യേശു കവർന്നഭൂമിയിൽ പ്രാർത്ഥിച്ച് പ്രസംഗിച്ചതുപോലെ നമ്മളാകുന്ന, നമ്മുടെ ഹൃദയവും മനസ്സും ചിന്തയുമാകും നമ്മളാകുന്ന വ്യക്തിയാകും നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറാൻ സാധിക്കുന്നു. 1800കളിൽ വെയിൽസിൽ ജീവിച്ചിരുന്ന മേരി ജോൺസ് എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തമായി ഒരു ബൈബിൾ വാങ്ങാനായി 6 വർഷം പണം സ്വരൂപിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നഗ്ന പാതയായി ചെരുപ്പ് വാങ്ങിക്കാൻ പണമില്ല, ചെരുപ്പിടാതെ 40 കിലോമീറ്ററോളം മലനിരകളിലൂടെ നടന്നു. അവളുടെ ആ വലിയ ദാഹം പിന്നീട് ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റിയുടെ രൂപീകരണത്തിന് തുടക്കമായി. പിന്നീട് അത് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയായി മാറി. അനേകർക്ക് ബൈബിൾ എത്തപ്പെട്ടു. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനപ്രഘോഷണത്തിനും വചനത്തിനും വേണ്ടി നമ്മൾ തുറക്കപ്പെടുന്നുവെങ്കിൽ കവർന്നഭൂമിയിലെ ജനങ്ങളുടെ വചനം കേൾക്കാൻ ഇടമില്ലാഞ്ഞിട്ടും തിക്കിത്തിരക്കരുത്. മേരി ജോൺസിന്റെ വചനത്തോടുള്ള ദാഹം ലോകമെമ്പാടും ബൈബിൾ എത്തുന്നത് കാരണമാണ്. നമ്മൾ ക്രിസ്തുവിന്റെ വചനത്തിന് വില കൊടുക്കാം. കാറ്റ് വിത്തുകളെ ദൂരദേശങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ മനുഷ്യർ വിചാരിക്കാത്ത ഇടങ്ങളിലേക്ക് എത്തിക്കും. ഒരു വിത്ത് മതിലുകൾക്കിടയിൽ വീണാലും അത് വളർന്ന് മതിലുകളിലേക്ക് എത്തിക്കും. ഭൗതികമായ തടസ്സമുണ്ടെങ്കിലും റേഡിയോ തരംഗങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന പോലെ ദൈവവചനം എത്രയോ അടഞ്ഞ ഹൃദയങ്ങളിലേക്ക് തുറച്ചു. കർത്താവ് ആ വീട്ടിൽ 3ാമത്തെ ചിന്തയാണ്, കർത്താവ് വീട്ടിൽ ദൈവവചനം പ്രഘോഷിച്ചു, തിരുവചനം പ്രഘോഷിച്ചു. നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മളാകുന്ന ഭവനത്തിൽ ഒക്കെ ദൈവവചനത്തിൻ്റെ പ്രഘോഷകരും വാഹകരുമായിട്ട് മാറാൻ സാധിക്കും. അലക്സാന്ദ്രിയ വിശുദ്ധ അത്തനാസിയോസ് പറയുകയാണ്, ദൈവവചനം എല്ലാറ്റിനും പുനർനിർമ്മിക്കുന്നു, അത് മരണത്തെ ജീവനാക്കുന്നു. വിശുദ്ധനായ എഫ്രേം പറയുകയാണ്, വചനത്തിൻ്റെ ഓരോ വരിയും ഒരു നീറുറവയാണ്. എത്ര കുടിച്ചാലും ദാഹം വരില്ല, എന്നാൽ അത് നമ്മെ തണുപ്പിക്കും. വചനം പറയുന്നവൻ്റേതല്ല, വിശ്വസിക്കുന്നതിൻ്റെതാണ്. വചനമില്ലാത്ത വീട് മേൽക്കൂരയില്ലാത്ത വീട് പോലെയാണ്. വചനത്തിനായി ദാഹിക്കുക, അത്ഭുതങ്ങൾക്കായി മാത്രം ദൈവത്തെ തേടാതെ അവൻ്റെ വചനം നൽകുന്ന ആത്മീയ സത്യങ്ങൾക്കായി മുൻഗണന നൽകുക. ഈ ആഴ്ചയിൽ നമ്മൾ വായിച്ച വേദഭാഗം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതായ, നമ്മൾ കേട്ടതായ വേദഭാഗം മറ്റുള്ളവരുമായി ജീവന്റെ സുവിശേഷം പ്രസംഗിക്കുക. വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം പങ്കുവയ്ക്കുക. യേശു കവർന്നഭൂമിയിൽ വചനം പങ്കുവച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നു. നമ്മൾ വചനം പങ്കുവയ്ക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. വചനത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മേൽക്കൂരകൾ തുറന്നു കൊടുക്കാം. ദൈവിക സത്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ അതോടൊപ്പം നമുക്ക് അനുവദിക്കാം. യേശുവിൻ്റെ വചനം ആ വീടിൻ്റെ അതിരുവലമ്പുകൾ മായ്ച്ചു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ തടസ്സമുണ്ടാകുമ്പോൾ വചനത്തിലേക്ക് തിരിയാം. വചനം ഹൃദയത്തിൽ പ്രവേശിച്ചാൽ അത് നമ്മളെല്ലാവരെയും, നമ്മുടെ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കും. 4ാമത്തെ ചിന്ത, വാതിൽക്കൽ പോലും ഇടവില്ലാത്ത വിധം ആളുകൾ കൂടി വന്നാണ് പറയുന്നത്. അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ആത്മീയ ഉണർവ് അവിടെ നടക്കുകയാണ്. The revival that opens closed doors. നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദൈവവചനം എവിടെയുണ്ടോ അവിടെ തടസ്സങ്ങൾ ഉണ്ടാകാം. വാതിലിൽ പോലും ഇടവില്ലാത്ത വിധം അനേകർ കൂടി വന്നു. ദൈവവചനം ഉണ്ടോ എവിടെയുണ്ടോ അവിടെ തടസ്സങ്ങളുണ്ടാകും. എന്നാൽ ആ തടസ്സങ്ങളെ അതിജീവിക്കുന്ന ഒരു ആത്മീയ ഉണർവ് വചനം അവിടെ സൃഷ്ടിക്കുന്നു. വാതിലിൽ നിൽക്കാൻ പോലും ഇടമില്ലാതിരുന്നിട്ടും ജനങ്ങൾ പിരിഞ്ഞു പോയില്ല. എന്താണ് അതിൻ്റെ കാരണം? വചനം എടുക്കുന്നിടത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാവുകയാണ്. വാതിൽക്കൽ പോലും ആളുകൾ വന്നിരിക്കുക. ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനത്തോടുള്ള ദാഹമാണ് ജനത്തെ അവിടെ പിടിച്ചു നിർത്തിയത്. യഥാർത്ഥ ഉണർവെന്നാൽ ഭൗതികമായ സൗകര്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ തേടാനുള്ള ആവേശം. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞ വാതിലുണ്ടാകാം. എന്നാൽ ദൈവവചനത്തിലുള്ള വിശ്വാസം ആ തടസ്സങ്ങളെല്ലാം പുതിയ വഴികളാക്കി. വാതിലൂടെ കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ആത്മീയ ഉണർവ് അവൻ്റെ മേൽക്കൂരയിലൂടെ ആ തളർവാതിരിക്കുന്ന രോഗിക്ക് തുറന്നു കൊടുത്തോൾ നമുക്ക് തുറന്നു. ഇംഗ്ലണ്ടിൽ ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു സുവിശേഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പള്ളികളിൽ പ്രസംഗിക്കാനായിട്ട് അനുവാദം നിഷേധിക്കപ്പെട്ടു. പള്ളികൾ അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് എതിരെ വാതിലുകൾ കുട്ടിയടയ്ക്കപ്പെട്ടു.
അദ്ദേഹം എന്ത് ചെയ്തു? പള്ളികൾക്ക് പുറത്തിറങ്ങി മൈതാനങ്ങളിലും കൽക്കരിഖനികളിലൊക്കെ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആയിരക്കണക്കിന് ആളുകൾ വചനം കേൾക്കാൻ തെളിച്ചു. കവർന്നഭൂമിയിൽ ജനക്കൂട്ടത്തെ പോലെ വെസ്ലിയുടെ കാലത്തും വചനത്തോടുള്ള ദാഹം എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ചു. ദൈവവചനത്തിന് ഒരു വാതിലും തടസ്സമില്ലാന്ന് തെളിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മളോട്, ഈ ചിന്ത നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വചനം കേൾക്കുവാനായിട്ട് വരുന്നവര് സത്യത്തിൽ നേരെ ആ തളർവാദ രോഗിക്ക് മുന്നോട്ട് കടന്നു പോയാൽ മതി. മതിലുകൾ പൊളിച്ചാണ്, മേൽക്കൂര പൊളിച്ചാൽ താഴോട്ടിറങ്ങി. കാരണം നേരെ പോകാനായിട്ട് തടസ്സമില്ല. വചനം കേൾക്കുവാൻ, വചനത്തോട് ചേർത്ത് എനിക്കൊരു ഒരുപാട് തടസ്സങ്ങളുണ്ട്. പക്ഷെ ആ തടസ്സങ്ങൾ മാറ്റിത്തരാൻ കർത്താവിനെ സാധിക്കും. അതുകൊണ്ടാണ് സ്വർണ്ണനാവുകാരൻ ഇവാനിയസ് പറയുന്നത്, ദൈവവചനം ബന്ധിക്കപ്പെട്ടിട്ടില്ല, അത് ചങ്ങലകളെ തകർക്കുകയും ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയും ചെയ്യും. വചനം കേൾക്കുവാൻ ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വചനം വായിക്കാൻ ചില തടസ്സങ്ങളുണ്ട്. ഇതാ ക്രിസ്തുവിലേക്ക് മേൽക്കൂരകൾ പൊളിച്ച് നമുക്ക് കടന്നു വരാം. ഒരു വാതിൽ അടച്ചാൽ മറ്റൊരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കും. തടസ്സങ്ങളാണ് തളരാതിരിക്കാനുള്ള പാഠം. ജീവിതത്തിന്റെ തടസ്സങ്ങൾ നേരിടുമ്പോൾ അത് ദൈവത്തിന്റെ അവസാനം, ദൈവ കരുതലിന്റെ അവസാനമാണ് നമ്മൾ ഒരിക്കലും കരുതരുത്. മറിച്ച് പുതിയൊരു അത്ഭുതത്തിനായ വെല്ലുവിളിയായി കാണുക. വചനത്തോടുള്ള ആദ്യത്തെ ആവേശത്തിലേക്ക് മടങ്ങാൻ ബോധപൂർവം നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കും. മറ്റുള്ളവർക്ക് ദൈവത്തിലേക്ക് വരാൻ തടസ്സമാകാതെ അവരെ ക്രിസ്തുവിലേക്ക് എത്തിക്കുന്ന മേൽക്കൂരകളായി നമുക്ക് മാറ്റിയെടുക്കാം. വാതിലുകൾ അടയുന്നത് വഴിമുട്ടാനല്ല, നമ്മുടെ വിശ്വാസം തെളിയിക്കാനാണ്. തളർവാദക്കാരൻ മേൽക്കൂരയിലൂടെ ഇറങ്ങിയത് അവൻ്റെ ഉള്ളിലെ ഉണർവുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ തളർന്നു നിൽക്കാതെ പ്രാർത്ഥനയാകുന്ന മേൽക്കൂരകളിലൂടെ ദൈവസാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അഞ്ചാമത് മറ്റൊരു ചിന്ത കൂടിയുണ്ട്. ആ വീടിൻ്റെ പ്രത്യേകതയിലേക്ക് വരാം. ആ വീട് ദൈവവചനത്തിനു വേണ്ടി തുറന്നു കൊടുത്തു. ഹൗസസ് ഓപ്പൺ ഫോർ ഗോസ്പൽ പ്രീച്ചിങ്. അവൻ വീട്ടിലുണ്ട് എന്ന് കേട്ടപ്പോൾ അനേകരോടെ കടന്നു വന്നു. ദൈവവചനത്തിനു വേണ്ടി ആ ഭവനം തുറന്നു കൊടുത്തു. യേശു തൻ്റെ വചനം പ്രസംഗിക്കാൻ തിരഞ്ഞെടുത്തൊരു പള്ളിയോ സിനഗോഗോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് ഒരു സാധാരണ മനുഷ്യൻ്റെ വീടായിരുന്നു. ആ വീട് ഒരു നിമിഷം കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ആസ്ഥാനമായി മാറി. നമ്മുടെ വീടുകൾ കേവലം താമസിക്കാനുള്ള ഇടങ്ങളല്ല, മറിച്ച് ദൈവവചനം പ്രസംഗിക്കേണ്ട ഇടങ്ങളാണ്. നമ്മുടെ വീടിൻ്റെ വാതിലുകൾ ക്രിസ്തുവിനായി തുറക്കപ്പെടുമ്പോൾ അവിടെ അത്ഭുതങ്ങളും വിടുതലുകളും സംഭവിക്കും. ഇന്ന് പലർക്കും ഭവനത്തിൽ സുവിശേഷം വെക്കാനുമായിട്ട് കുടുംബ യൂണിറ്റ് ക്രമീകരിക്കുവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. എന്നാൽ ഈ കബർന്നഭൂമിയിൽ ആ വീട് സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെട്ടു. നമ്മുടെ ഭവനം, നമ്മുടെ സമയം, നമ്മുടെ വിഭവങ്ങൾ എന്നിവ സുവിശേഷത്തിനായി വിട്ടുകൊടുക്കാൻ നാം തയ്യാറായാൽ ആ വീട്ടുടമസ്ഥൻ തൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊളിക്കാൻ പോലും അനുവദിച്ചെന്ന് അവൻ്റെ സമർപ്പണത്തിൻ്റെ ആഴ് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ വീട് അതിനുവേണ്ടി വിട്ടുകൊടുക്കുക, ദൈവവചനത്തിനു വേണ്ടി വിട്ടുകൊടുക്കുക. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിൽ ഫിലിപ്പിയിൽ വെച്ച് പൗലോസ് അപ്പോസ്തലന്റെ വചനം കേട്ട് വിശ്വസിച്ച ലിഡിയ എന്ന പെൺകുട്ടി, ലിദിയ എന്ന് പറഞ്ഞ പെൺകുട്ടി ഉടനെ തന്നെ വീട് സുവിശേഷകർക്കായി തുറന്നു കൊടുത്തു. ലിദിയുടെ തുറന്ന മനസ്സ് യൂറോപ്പിലെ ആദ്യത്തെ സഭയ്ക്ക് രൂപം നൽകാൻ കാരണമായി. കബർന്നഭൂമിലെ ആ വീട് എങ്ങനെയാണോ സഭയായി മാറിയത്, അതുപോലെ ലിദിയുടെ വീടും ദൈവമഹത്വത്തിന്റെ കേന്ദ്രമായി മാറി. അഗ്നിമയനായ ഇഗ്നാത്യോസ് നൂറോനെ പറയുകയാണ്, നിങ്ങളുടെ വീടുകളെ ഒരു ചെറിയ പള്ളികളാക്കി മാറ്റുക. ക്രിസ്തു വസിക്കുന്ന വീട് നരകത്തിന് തകർക്കാൻ കഴിയില്ല. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഐശ്വര്യം നിനക്ക് വേണ്ടി മാത്രമല്ല, അത് സുവിശേഷത്തിന്റെ വ്യാപാരത്തിന് വേണ്ടി കൂടിയാണെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. വീടിന്റെ ഐശ്വര്യം അവിടെ പ്രസംഗിക്കുന്ന തിരുവചനമാണ്. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയാകൾക്കും വായനകൾക്കും മുൻപിടം നൽകുക, വീട്ടിലുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യം അറിയിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക. പ്രിയമുള്ളവരെ, യേശു ആ വീട്ടിൽ വന്ന് പ്രസംഗിച്ചതുകൊണ്ടാണ് അത് അത്ഭുതം നടന്നത്. നമ്മുടെ വീടുകൾ സുവിശേഷത്തിനായി തുറന്നു കൊടുക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കണം. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ആറാമത്തെ ചിന്ത, ആ സഹോദരനെ താങ്ങുന്ന സ്നേഹക്കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കും. The fellowship that carries the burden. അവർ
2-ാമധ്യായം 3-ാമത്തെ വാക്യം അവർ ആ തളർവാദക്കാരന് 4 പേർ ചുമന്നുകൊണ്ട് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ളൊരു യാത്രയല്ല, മറിച്ച് പരസ്പരം താങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. ഇവിടെ തളർവാദക്കാരന് സ്വന്തമായി ക്രിസ്തുവിലേക്ക് എത്താൻ കഴിവില്ലായിരുന്നു. അവനെ ക്രിസ്തുവിലേക്ക് എത്തിച്ചത് 4 സുഹൃത്തുക്കളുടെ അചഞ്ചലമായ വിശ്വാസവും ഐക്യവുമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സ്വന്തമായി പ്രാർത്ഥിക്കാനോ വിശ്വാസത്തിൽ നിൽക്കാനോ കഴിയാത്ത തളർച്ചയുടെ ഘട്ടമുണ്ടാകും. അപ്പോൾ നമ്മൾ താങ്ങി നിർത്തുവാനായിട്ട് നമ്മുടെ ദേവാലയവും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരും നമ്മുടെ പ്രാർത്ഥിക്കുന്ന വിശ്വസ്തരായ സുഹൃത്തുക്കളൊക്കെ ആവശ്യമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ പ്രവർത്തന മേഖലയിൽ ജീവിതത്തിൻ്റെ തളർവാദം പിടിച്ചു കിടക്കുന്ന ചില മനുഷ്യരുണ്ട്. മനസ്സിൽ തളർവാദം പിടിച്ച്, കുടുംബജീവിതത്തിൽ തളർവാദം പിടിച്ച്, പഠന മേഖലയിൽ തളർവാദം പിടിച്ച്, അവരെയൊക്കെ താങ്ങി എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം നമ്മളുടെ മാത്രമാണ്. അതാണ് യഥാർത്ഥ സുവിശേഷം. ആ 4 പേർ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ തളർവാദ പിടിച്ചവരെ, ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തളർവാദം പിടിച്ചവർക്ക്, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ, സാമ്പത്തികമായി തകർന്നവർ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, മദ്യത്തിൻ്റെ അവസ്ഥയോട് കടന്നു പോകുന്നവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ഇങ്ങനെ ജീവിതത്തിൽ പല തളർവാദം പിടിച്ച മേഖലകളുള്ളവരെയും ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. വള്ളംകളിക്ക് പോയിട്ടുള്ളവർക്കറിയാൻ സാധിക്കും, വള്ളം തുഴയുന്നത് ആ തുഴക്കാരെല്ലാം ഒരേ ദിശയിൽ തുഴയണം. ഒരേ ശക്തിയോടെ തുഴഞ്ഞാൽ മാത്രമേ വള്ളം ലക്ഷ്യസ്ഥാനത്തെത്തുള്ളൂ. ഒരാൾ പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളത്തിൻ്റെ ഗതി മാറും. അതുപോലെ അഗ്നിമയനായ ഇഗ്നാത്യോസ് പറയുന്ന പോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പോരാടുക, ഒരുമിച്ച് ഓടുക, ഒരുമിച്ച് സഹകരിക്കുക. കാരണം നിങ്ങൾ ഒരേ ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാരാണ്. കൈസരിയയിലെ ബസേലിയോസ് പറയുകയാണ്, നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കൈകളാണ്, സഹോദരൻ വീഴുമ്പോൾ താങ്ങുന്ന കൈകൾ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, മുപ്പിലി ചരട് അറ്റുപോകുകയില്ല. ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്ത വിധം തളർന്നു പോയ സഹോദരങ്ങളെ ക്രിസ്തുവിലേക്ക് ചുമന്നെത്തിക്കുന്ന 4 സുഹൃത്തുക്കളിൽ ഒരാളാകാൻ നമുക്ക് ബോധപൂർവ്വം ശ്രമിക്കാം. നമ്മുടെ ഇടവകയിലോ കുടുംബത്തിലോ സുരക്ഷിത വലയമായി, ഇടവകയൊക്കെ സുരക്ഷിത വലയമാക്കി മാറ്റിക്കൊണ്ട് വീട് പോകുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു സ്നേഹ കൂട്ടായ്മയെ നമ്മൾ വളരണം. സ്വന്തമായി പ്രാർത്ഥിക്കാൻ പോലും കരുത്തില്ലാത്തവർക്കായി നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ഒരു ചുമലായി മാറാൻ നാം സമയം മാറ്റിയെടുക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് തളർവാദക്കാരനെ ചുമന്ന 4 പേരെ പോലെ ഒരേ ലക്ഷ്യത്തിനായി നമുക്ക് കൈകോർക്കാൻ സാധിക്കണം. സഹോദരന്റെ വീഴ്ചയിൽ പരിഹസിക്കാതെ അവന്റെ കിടക്ക ചുമക്കാൻ സഹായിക്കുന്ന ക്രിസ്തീയ സ്നേഹത്തിന്റെ പുതിയ മാതൃകകൾ നമുക്ക് സൃഷ്ടിക്കാം. 7-ാമത്തെ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. തടസ്സങ്ങളെ തകർക്കുന്ന വിശ്വാസം. ഫെയ്ത്ത് ദാറ്റ് ബ്രേക്സ് ദ ബാരിയേഴ്സ്. ആ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുക്കൽ എത്താൻ സാധിക്കാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? വീടിൻ്റെ മേൽക്കൂര പൊളിച്ചൊരു ദ്വാരമുണ്ടാക്കി അതിലെ തളർവാദക്കാരനെ കിടക്കയോടെ ഇറക്കുകയാണ്. ഇവിടെ മേൽക്കൂര പൊളിക്കുക എന്നത് വെറുമൊരു പ്രവൃത്തിയല്ല, മറിച്ച് സാധാരണ വഴികൾ അടയുമ്പോൾ അസാധാരണമായ വഴികൾ കണ്ടെത്തുവാൻ്റെ വിശ്വാസത്തിൻ്റെ തീരതയാണ്. 4 പേരുടെ താങ്ങാനുള്ള ഒരു മനസ്സ്. 2 അവരുടെ 4 പേരുടെ ആ ഈ 7-ാമത്തെ ചിന്തയിൽ എന്താണ് പറയുന്നത്? അവരുടെ ആ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കൂടെ ഉടനടി മറുപടി ലഭിക്കാത്തപ്പോൾ നാം തിരിഞ്ഞു പോകാറുണ്ട്. എന്നാൽ ആ 4 പേർ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് തിരക്കാണ്, നമുക്ക് നാളെ വരാം എന്ന് പറഞ്ഞ് മടങ്ങുമായിരുന്നു. എന്നാൽ വിശ്വാസം എന്ന തടസ്സങ്ങളെ കാണുന്നതല്ല, മറിച്ച് തടസ്സങ്ങൾക്കിടയിലൂടെ ക്രിസ്തുവിലേക്കുള്ള വഴി കണ്ടെത്തുന്നതാണ് വിശ്വാസം. ഇന്ന് യൂട്യൂബിലൂടെ പ്രസംഗിക്കുന്ന നിക്കോളാസ് ജെയിംസ് വുജിസിക് എന്ന് പറയുന്ന സുവിശേഷ പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൈകാലുകളില്ലാതെ ജനിച്ച നിക്ക് തൻ്റെ ശാരീരികാവസ്ഥയെ ഒരു തടസ്സമായി കണ്ടില്ല. ലോകം അവനെ ഒരു പരിമിതിയുള്ളൂ എന്ന് വിളിച്ചപ്പോൾ ക്രിസ്തുവിനോടുള്ള
വിശ്വാസത്താൽ അവൻ തൻ്റെ വൈകല്യത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യാശയുടെ പ്രസംഗനായി മാറി. തളർവാദക്കാരൻ തൻ്റെ കിടക്കയിൽ തിളച്ചിട്ടതുപോലെ നിക്ക് തൻ്റെ ശരീരത്തിൽ തിളയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം അവനെ ആ തടസ്സങ്ങൾക്ക് മുൻകൂടെ ഉയർത്തി. തോമസ് ആൽവ എഡിസൺ ആയിരക്കണക്കിന് തവണ സമയം 1000-ത്തിലധികം പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും ബൾബ് കണ്ടുപിടിക്കുന്ന അദ്ദേഹം പിന്തിരിഞ്ഞില്ല. ഓരോ പരാജയവും ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലെ മേൽക്കൂര പൊടിക്കലായിരുന്നു. ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പ്രവർത്തിക്കാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിശ്വാസം നിശ്ചയതായിട്ടത് തുല്യമാണ്. പാറകെട്ടുകൾക്കിടയിൽ വളരുന്ന മരങ്ങൾ മണ്ണില്ലാത്ത പാറയെ അത് തുളച്ചു കയറുന്നു. സാഹചര്യം അനുകൂലമല്ലെങ്കിലും താഴേക്ക് വേരുകൾ ഇറക്കി അത് ജീവൻ നിലനിർത്തുന്നു. അത് തടസ്സങ്ങൾ അതിജീവിക്കുന്ന ജീവന്റെ പ്രത്യാശയാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട വിശ്വാസ വീരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധനായ അപ്രയം പറയുന്നു, 4 പേരുടെ വിശ്വാസം ഒരാളെ രക്ഷിച്ചുവെങ്കിൽ സഭയുടെ ഐക്യമത്യമുള്ള പ്രാർത്ഥന ലോകത്തെ മുഴുവൻ സൗഖ്യമാക്കും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന തിരക്ക് അല്ലെങ്കിൽ തടസ്സം സാമ്പത്തികമോ വ്യക്തിപരമാകാം. ഈ 4 പേർ ചെയ്തതുപോലെ നിങ്ങളുടെ പ്രശ്നത്തെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കാൻ പുതിയ വഴികൾ തേടുക. ചിലപ്പോൾ അത് ഉപവാസമാകാം, അത് ചിലപ്പോൾ മറ്റൊരാളുടെ സഹായം തേടുന്നതാകാം. മേൽക്കൂരകൾ പൊളിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കപ്പെടും. അവരുടെ വിശ്വാസം, അവരുടെ ത്യാഗസന്നത അത് വിസ്മരിക്കാനാവാത്ത നമ്മളും അതുപോലെയാണ്. തളർവാദക്കാരൻ അനുഭവിച്ച വേദന തൻ്റെ മാത്രം വേദനയാണെന്ന് അവർ കരുതിയില്ല. അവൻ എൻ്റെ സഹോദരനാണ്, അവൻ്റെ തളർച്ച എൻ്റെയും വേദനയാണ് എന്ന ചിന്തയാണ് അവരെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ തനിച്ച് ജീവിക്കാനല്ല, മറിച്ച് പരസ്പരം ഭാരം ചുമക്കാനുള്ളതാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റൊരാളുടെ വിടുതലിന് വേണ്ടി അവനെ ചുമക്കാൻ, പ്രാർത്ഥിക്കുവാനും സഹായിക്കാൻ തയ്യാറാകുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. 8ാമത്തെ ചിന്ത എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മേൽക്കൂര വിട്ടുകൊടുക്കുന്നവന്റെ വലിയ മനസ്സ്. അവൻ ഇരുന്ന സ്ഥലത്തുമീതുള്ള മേൽക്കൂര പൊളിച്ചതിനാണ്. മർക്കോസ് സുവിശേഷം 2-4 വാക്യം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്ന വീട് ആരുടേതായാലും, ചില വേദപണ്ഡിതന്മാർ പറയുന്നത് പത്രോസിന്റെ വീടാണെന്ന് കരുതുന്നത്. തൻ്റെ വീട് നശിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ടും ആ ഉടമസ്ഥൻ അവരെ തടഞ്ഞില്ല. ആ വീട്ടുടമസ്ഥന്റെ മനസ്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹത്തിന്റെ മേൽക്കൂര വിട്ടുകൊടുക്കുന്നവന്റെ വലിയ മനസ്സ്. 8ാമത്തെ ചിന്ത അതാണ്. സാധാരണഗതിയിൽ സ്വന്തം വീടിനൊരു പോർ പോലും ഏറ്റവും നാം ബഹളം വയ്ക്കും. എന്നാൽ അവിടെ വീട്ടുടമസ്ഥൻ തൻ്റെ വീടിൻ്റെ ഭൗതികമായ സുരക്ഷയേക്കാൾ വില നൽകിയ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ വിടുതലാണ്. ദൈവരാജ്യത്തിന് വേണ്ടി സ്വന്തം സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും പൊളിക്കപ്പെടാൻ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ നാം തയ്യാറായാൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി മാറും. തൻ്റെ വീടിൻ്റെ മേൽക്കൂരയിലൂടെ ഒരു മനുഷ്യൻ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അത് വലിയൊരു അത്ഭുതത്തിന് തുടക്കമാണെന്ന് ആ ഉടമസ്ഥൻ തിരിച്ചറിഞ്ഞു. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിലെ ചില മേൽക്കൂരകൾ, ചില സുരക്ഷിതത്വങ്ങൾ, ചില കാര്യങ്ങൾ, അഹങ്കാരങ്ങൾ, സമ്പാദ്യങ്ങൾ പൊളിക്കാൻ അനുവദിക്കും. അത് നമ്മുടെ തകർച്ചയ്ക്കല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്നുള്ള കൃപ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാണ്. ദൈവം തന്നെ അത്ഭുതം പ്രവർത്തിക്കാൻ നിന്റെ വീടോ നിന്റെ സൗകര്യങ്ങളോ ചോദിച്ചാൽ അത് സന്തോഷത്തോടെ നീ വിട്ടു നൽകണം. സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് പറയുകയാണ്, നിന്റെ വീട് നീ പണിത് നിനക്ക് താമസിക്കാൻ മാത്രമല്ല, അതിഥികളെ സ്വീകരിക്കാനും പാവപ്പെട്ടവർക്ക് അഭയം നൽകുവാനുമാണ്. അതുകൊണ്ടാണ് സഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, വാതിൽ തുറക്കാത്തവൻ സ്വർഗം കാണില്ല, മേൽക്കൂര പൊളിക്കാൻ അനുവദിക്കാത്തവൻ അത്ഭുതം കാണില്ല. ദൈവത്തിന് വിട്ടുകൊടുത്താൽ ഒന്നും നഷ്ടപ്പെടില്ല, ഇരട്ടിയായി തിരികെ ലഭിക്കും. കെട്ടിപ്പിടിച്ചാൽ ഒന്നും കിട്ടില്ല, കൈ തുറന്നാൽ ദൈവം അത് നിറയ്ക്കും. ദൈവവേലക്കായിട്ട് നിങ്ങളുടെ വീടോ വാഹനമോ സമയമോ സമ്പത്തോ ചോദിക്കുമ്പോൾ മടികൂടാതെ വിട്ടുകൊടുക്കുക. മേൽക്കൂര പൊളിക്കപ്പെട്ട വീടാണ് പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയപ്പെട്ടത്. ആ വീട്ടുടമസ്ഥന്റെ പേര് പറയുന്നില്ലെങ്കിലും അവന്റെ മനസ്സ് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. തൻ്റെ മനോഹരമായ ഭവനത്തിന്റെ മേൽക്കൂര പൊളിക്കുവാൻ അദ്ദേഹം അനുവാദം കൊടുത്ത ആ വലിയ മനസ്സ്. 9ാമത്തെ ചിന്ത, യേശു
ആ മകൻ അവനെ കണ്ടിട്ട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കും. മർക്കോസ് 2:5. മകനെ എന്ന സ്നേഹവിളി ഉടഞ്ഞ ഹൃദയത്തെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് കാണുവാൻ സാധിക്കും. ദ കോൾ ഓഫ് സൺ എസ്റ്റാബ്ലിഷ്ഡ് എ ഡിവൈൻ റിലേഷൻഷിപ്പ്. രോഗിയല്ല, മകനാണ്. രോഗിയിൽ നിന്നും മകനിലേക്കുള്ള വളർച്ച. വർഷങ്ങളായ മനുഷ്യൻ ലോകത്തിന് ഒരു തളർവാദക്കാരൻ മാത്രമായിരുന്നു. ആളുകൾ അവനെ വിളിച്ചിരിക്കുന്ന അവൻ്റെ രോഗത്തിൻ്റെ പേരിലായിരിക്കും. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ അവൻ എത്തിയപ്പോൾ അവൻ രോഗിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ മകനായി മാറി. മകൻ എന്ന വിളി ഒരു ആത്മബന്ധത്തിൻ്റെ തുടക്കമാണ്. സൗഖ്യം നൽകുന്നതിന് മുമ്പ് യേശു അവൻ്റെ ഹൃദയത്തെയാണ് സ്പർശിച്ചത്. ലോകം നിങ്ങളുടെ കുറവുകളെ, നമ്മുടെ കുറവുകളെയോ പരാജയങ്ങളുടെ പേരിൽ വിളിക്കുമ്പോൾ സ്വർഗം നമ്മളെ വിളിക്കുന്നത് മകനെ, മകളെ എന്നാണ്. യേശു അവനോട് ആദ്യം പറഞ്ഞ് എഴുന്നേൽക്കുക എന്നല്ല, മറിച്ച് പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ ദുഃഖങ്ങൾ വരുമ്പോൾ, നമ്മുടെ ദുരിതങ്ങൾ വരുമ്പോൾ, നമ്മുടെ നെഞ്ചു പൊട്ടുന്ന വേദനകൾ വരുമ്പോൾ നമ്മളെ മകനെ എന്ന് വിളിക്കാൻ നമുക്കൊരപ്പനുണ്ട്. അവൻ്റെ പേരാണ് യേശുക്രിസ്തു. 10ാമത്തെ ചിന്ത, ആന്തരിക വിമോചനം നൽകുന്ന അധികാരിയായ ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. അതോറിറ്റി ദാറ്റ് ഗ്രാൻസ് ഇന്നർ ലിബറേഷൻ. യേശുക്രിസ്തു പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. തളർവാദക്കാരോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നത് ഏതാണ്? 2-9 വാക്യം മർക്കോസിന്റെ സുവിശേഷം. മനുഷ്യന് പുറമെയുള്ള സൗഖ്യത്തിനാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ യേശു ആദ്യം ആഗ്രഹിച്ചത് മനുഷ്യന്റെ ആന്തരികമായ സൗഖ്യത്തിനാണ്, പാപങ്ങളിൽ നിന്നുള്ള വിടുതലിനാണ്. യേശു കേവലം ഒരു വൈദ്യൻ മാത്രമല്ല, പാപമോചിക്കാൻ അധികാരമുള്ള ദൈവപുത്രനാണ് ഇവിടെ വെളിപ്പെടുന്നത്. തളർവാദക്കാരൻ വന്ന് നടക്കാനാണ്. എന്നാൽ യേശു ആദ്യം നൽകിയത് സൗഖ്യമല്ല, പാപമോചനമാണ്. കാരണം ശരീരത്തിൻ്റെ തളർച്ചയേക്കാൾ ഭയാനകമാണ് ആത്മാവിൻ്റെ തളർച്ച. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്രിസ്തുവിൻ്റെ ആധികാരികതയ്ക്ക് നാം കീഴടങ്ങണം. കർത്താവിൻ്റെ സന്നിധിയിൽ ആ ചിന്തയോട് ചേർന്നിരുന്ന് പറയുകയാണ്, അത്ഭുതങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്നർ ലിബറേഷൻ, ആന്തരിക വിമോചനം, ആന്തരിക മാനസാന്തരം ആവശ്യമാണ്. പാപമോചനം ആവശ്യമാണ്. മിലാനിലെ വിശുദ്ധ അംബ്രോസ് പറയുകയാണ്, യേശു ആദ്യം പാപങ്ങൾ മോചിച്ചു. കാരണം രോഗത്തിൻ്റെ പേര് പാപത്തിലാണ്. വേരറുത്താൽ മരം തനിയെ വീഴും. വിശുദ്ധനായ സ്വർണ്ണനാവുകാരൻ ഇവാനൂസ് പറയുകയാണ്, ശരീരത്തെ സൗഖ്യമാക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതം മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ്. കർത്താവ് ഇവിടെ അവൻ്റെ പാപമോചനം നൽകിയിരിക്കുകയാണ്. അങ്ങനെ അവന് സൗഖ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിന് വലിയൊരു കാലിക പ്രസക്തിയുണ്ട്. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് ഭൗതികമായ സൗഖ്യമാണോ അതോ ആത്മീകമായ ശുദ്ധീകരണമാണോ? നമ്മുടെ ജീവിതത്തിലെ പല തളർച്ചകളും കാരണം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷമിക്കാത്ത മനോഭാവമോ കുറ്റബോധമോ ഒക്കെ ആയിരിക്കാം. യേശുവിൻ്റെ പാപമോചനം ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ മനസ്സിൻ്റെ ഈ ഭാരമായി നിൽക്കുന്ന ഒരു പഴയ തെറ്റോ അല്ലെങ്കിൽ മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. കുമ്പസാരത്തിൽ ഏറ്റുപറയുക. ദൈവത്തിൽ നിന്നുള്ള പാപമോചനം സ്വീകരിക്കുന്നതോടൊപ്പം നിങ്ങളെ വേദനിപ്പിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറാവുക. 11ാമത്തെ ചിന്ത, 7ാമത്തെ വാക്യം പറയുകയാണ്, കൂടെ ഇരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും ക്രിസ്തുവിനെ എതിർക്കുന്നവരെല്ലാവരും പറയുകയാണ്, ഇവൻ ദൈവദോഷം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപമോചിക്കാൻ ആർക്കാണ് കഴിയുന്നത്? മർക്കോസ് 2-7 വാക്യം. ഇടുങ്ങിയ ചിന്താഗതിയും ഉള്ള മനുഷ്യർ, ക്ലാഷ് ബിറ്റ്വീൻ ലെഗലിസം ആൻഡ് ട്രൂത്ത്. സത്യത്തെ മറയ്ക്കുന്ന ഇടുങ്ങിയ ചിന്താഗതി. പരീശന്മാരും ശാസ്ത്രന്മാരും അവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കാനും സൗഖ്യം കാണാനായിരുന്നില്ല, മറിച്ച് യേശുവിൻ്റെ വാക്കുകൾക്ക് പെശക് കണ്ടുപിടിക്കാനായിരുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരുപാട് മനുഷ്യരെ കാണുവാൻ സാധിക്കും, ഇടുങ്ങിയ ചിന്താഗതിക്കാർ. അവർക്ക് ദൈവം എന്നാൽ നിയമങ്ങളുടെ ഒരു കെട്ടായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും പുതിയ വെളിപാടുകളെ ഉൾക്കൊള്ളാൻ അവരുടെ ഇടുങ്ങിയ മനസ്സിന് കഴിയില്ല. അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് ജോലി സ്ഥലങ്ങളിൽ കാണാം, ഇടവകകളിൽ കാണാം, നമ്മുടെ ഭവനങ്ങളിൽ കാണാം. പലപ്പോഴും നമ്മുടെ പരമ്പരാഗതമായ അറിവുകളും മുൻവിധികളും ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യുന്ന പുതിയ അത്ഭുതങ്ങളെ തിരിച്ചറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. യേശുവിനെ അവര്
ദൈവത്തിന് എതിരായിട്ട് സംസാരിക്കുന്നവൻ ദൈവദൂഷകൻ എന്നൊക്കെ വിളിച്ചു. പ്രപഞ്ചനാഥൻ മുൻപിൽ നിൽക്കുമ്പോൾ അവനെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ ആത്മീയ അന്ധത. പാപം മോചിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണെന്ന് അവർ പറഞ്ഞത് ശരിയാണ്. എന്നാൽ യേശു സാക്ഷാൽ സത്യദൈവമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ സഹോദരന്റെ വിടുതലിനെ എതിർക്കുന്നുണ്ടെങ്കിൽ നാമും പരീശന്മാരുടെ അതേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഹംഗേറിയൻ ഡോക്ടറായിരുന്ന സെമ്മൽവെയ്സ് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് കൈകൾ കഴുകുന്നത് നല്ലതുപോലെ കഴുകണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കൂടുതൽ ഡോക്ടർമാരോട് രോഗബാധ കുറയ്ക്കുമെന്ന് കണ്ടെത്തി എന്ന് അദ്ദേഹം പങ്കുവച്ചു. പക്ഷേ യൂറോപ്പിലുള്ള പല ഡോക്ടർമാരും അദ്ദേഹത്തെ പരിഹസിക്കുകയും ഭ്രാന്തനെന്ന് വിളിക്കുകയും ചെയ്തു. കാരണം അവർ പഠിച്ച പാഠപുസ്തകങ്ങൾ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അത് ചരിത്ര സത്യമായി മാറി. ഗ്ലൗസ് വരികയും ശസ്ത്രക്രിയയ്ക്ക് മറ്റും പുതിയ ആധുനിക ശസ്ത്രക്രിയകളൊക്കെ വലിയ സജ്ജീകരണങ്ങളുടെയൊക്കെ മാറി. പ്രിയമുള്ളവരെ, ശാസ്ത്രലോകം പുതിയ സത്യത്തെ എതിർത്തത് പോലെ മത നേതാക്കൾ യേശു എന്ന വലിയ സത്യത്തെ തങ്ങളുടെ പഴയ ചട്ടക്കൂടുകൾ വെച്ച് എതിർത്തു. സത്യം എപ്പോഴും ലളിതമാണ്, പക്ഷേ ഇടുങ്ങിയ ചിന്താഗതികളുള്ളവർക്ക് അത് ദഹിക്കുകയില്ല. വിശുദ്ധനായ ഐറേനിയസ് പറയുകയാണ്, നിയമത്തിന് മനുഷ്യനെ വിശുദ്ധനാക്കാൻ കഴിയില്ല, അതിൽ പാപത്തെ കാണിച്ചു തരാൻ മാത്രമേ കഴിയൂ. എന്നാൽ ക്രിസ്തു പാപത്തെ മാറ്റുകയും മനുഷ്യനെ പുതുക്കുകയും ചെയ്തു. പള്ളിയിലോ സമൂഹത്തിലോ നല്ല കാര്യം നടക്കുമ്പോൾ അതിൽ കുറ്റം കണ്ടുപിടിക്കുന്ന നിയമജ്ഞരായി മാറാതെ, പരീക്ഷനായി മാറാതെ, അത്ഭുതത്തെ സൂക്ഷിക്കുന്ന സാധാരണക്കാരായി മാറാം. 12-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് മതപരമായ ചട്ടക്കൂടുകളും മനുഷ്യജീവന്റെ വിലയും. 2-ാമത്തെ 7-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം ഒരുവല്ലാതെ പാപം മോചിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? പരീശന്മാരും ശാസ്ത്രിമാരും പറയുമ്പോൾ നിയമജ്ഞർ അക്ഷരങ്ങളിൽ തൂങ്ങി നിന്നപ്പോൾ യേശു ആ മനുഷ്യന്റെ വേദനയിലാണ് ശ്രദ്ധിച്ചത്. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവശാസ്ത്രപരമായ ശരികളായിരുന്നു പ്രധാനം. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തളർന്നു കിടക്കുന്ന തൻ്റെ മകൻ്റെ വിടുതലിനായിരുന്നു പ്രാധാന്യം. നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയുള്ളതാണ്, മനുഷ്യ നിയമത്തിന് വേണ്ടിയുള്ളതല്ല. പലപ്പോഴും മതപരമായ ചട്ടക്കൂടുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ ശ്വാസം മുട്ടുന്ന മനുഷ്യജീവനെ നാം കാണാതെ പോകുന്നു. ഇന്നും നമുക്കത് കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടങ്ങളിലും മതപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന മനുഷ്യരെ ദൈവത്തെക്കാളധികം മതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. ആ വീട്ടിലൊരു വലിയ അത്ഭുതം നടക്കാൻ പോകുന്നു, ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നു. ഇതൊന്നും പരീശന്മാരെ ശാസ്ത്രിമാരെ സന്തോഷിപ്പിച്ചില്ല. അവർ നോക്കിയത് ഇവനിത് പറയാൻ പാടുണ്ടോ എന്ന് മാത്രമാണ്. സ്നേഹമില്ലാത്ത മതം ഒരു ഉണങ്ങിയ മരം പോലെയാണ്. അത് തണൽ നൽകില്ല, ഫലം നൽകില്ല. സ്നേഹമില്ലാത്ത സഭയുടെയും അവസ്ഥ തന്നെയാണ്. മറ്റൊരാളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ സഭ നമ്മളെ കടുപ്പമുള്ളവരാക്കുന്നെങ്കിൽ ആ ചട്ടക്കൂട് പൊളിച്ചു കളയേണ്ട സമയമായി. കത്തോലിക്ക സഭയിൽ വിൻസെന്റ് ഡി പോൾ എന്ന് പറയുന്ന വിശുദ്ധൻ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിലും ദൂരെയായിട്ടൊരു കുടുംബം പട്ടിണിയിലാണെന്ന വാർത്ത അറിഞ്ഞു. അദ്ദേഹം ആ കുർബാന മാറ്റിവെച്ചിട്ട് അവർക്ക് ഭക്ഷണവുമായി പോയി. ദൈവത്തെ ആരാധിക്കുന്നത് നിർത്തുകയല്ല നാം ചെയ്യുന്നു, മറിച്ച് ഒരു രൂപത്തിലുള്ള ദൈവത്തെ വിട്ട് മറ്റൊരു രൂപത്തിലുള്ള ദൈവിക പ്രവർത്തനങ്ങളെ സേവിക്കാൻ പോകുക എന്നാണ് അദ്ദേഹം ചെയ്തത്. പ്രിയമുള്ളവരെ, പരീശന്മാരും ശാസ്ത്രിമാരും ചട്ടക്കൂടുകളിൽ കുടുങ്ങിയപ്പോൾ യേശു യഥാർത്ഥ പാത പിന്തുടർന്ന നിയമത്തെക്കാൾ വലുതായി മകന്റെ ജീവന് സംരക്ഷണം നൽകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, സഭയുടെ പക്കൽ സ്വർണ്ണമുള്ളത് അത് സൂക്ഷിച്ചു വെക്കാനല്ല, മറിച്ച് ആവശ്യക്കാരെ സഹായിക്കാനാണ്. നിയമത്തെക്കാൾ വലുതാണ് സ്നേഹം. നമ്മുടെ ദേവാലയത്തിലോ സഭയിലോ സമൂഹത്തിലോ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അതൊരാളെ തളർത്തുന്നതാണോ അതെയോ വളർത്തുന്നതാണെന്ന് ചിന്തിക്കണം. ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ കൽപ്പന സ്നേഹമാണ്. മറ്റെല്ലാ നിയമങ്ങളും ഈ സ്നേഹത്തിന് താഴെയായിരിക്കണം. പരീശന്മാരും ശാസ്ത്രിമാരും നോക്കിയത് പുസ്തകത്തിൻ്റെ വരികളിലേക്കാണ്, യേശു നോക്കിയത് ആ മനുഷ്യൻ്റെ കണ്ണുകളിലേക്കാണ്. നിയമങ്ങൾ നമ്മെ തളച്ചിടുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നടത്തുന്നു. നമ്മുടെ ചട്ടക്കൂടുകൾ ആർക്കെങ്കിലും തടസ്സമാകുന്നുണ്ടെങ്കിൽ അവ മാറ്റാൻ നാം തയ്യാറാകണം. 13-ാമത്തെ ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇവൻ ദൈവദൂഷണം പറയുന്നത് എന്തെന്ന് പറയുമ്പോൾ അവനെ യേശുക്രിസ്തുവിനെ വിധിക്കുകയാണ്. വിധിക്കാനുള്ള താല്പര്യം വിരൽ ചൂണ്ടുന്നവരല്ല, കൈത്താങ്ങുന്നവരാകാം. ആ 4 പേരെ പോലെ
ആ 4 പേർ അവിടെ പലതരത്തിലുള്ള മനുഷ്യരെ കാണുവാൻ സാധിക്കും. ഒന്ന് കാഴ്ചക്കാരായിരിക്കുന്ന മനുഷ്യർ, യേശുവിൻ്റെ പ്രസംഗം കേൾക്കുന്നവർ. രണ്ടാമത്തവർ തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രസംഗങ്ങളെല്ലാം മാറ്റിവെച്ച് ആ 4 പേരെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് തളർവാദരാക്കി കൊണ്ടുപോയവർ. മൂന്നാമത് യേശുക്രിസ്തുവിനെ പരിഹസിക്കുന്നവർ. വിധിക്കുന്നവർ. ഈ കാലഘട്ടത്തിൽ വിധിക്കുന്നത് വലിയൊരു പൊതുവായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ വിധിക്കാനുള്ള താല്പര്യം നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെയും ദൈവിക ദർശനത്തെയും ഇല്ലാതാക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നാം നിയമം നോക്കി മറ്റുള്ളവരെ തള്ളിക്കളയരുത്. തളർവാദക്കാരനെ സഹായിക്കണമെന്ന 4 സുഹൃത്തുക്കളെ പോലെ ആകാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാതെ ആ പരീശന്മാരെ, ശാസ്ത്രിമാരെ പോലെ വിധിക്കുവാനായിട്ടല്ല നാം ശ്രമിക്കേണ്ടത്. പലപ്പോഴും നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ വീഴ്ചകളെയും തളർച്ചകളെയും വിധിക്കാൻ തിരക്കൂട്ടാറുണ്ട്. എന്നാൽ അവരെ എഴുന്നേൽപ്പിക്കാൻ ഒരു കൈസഹായം നൽകാൻ നാം തയ്യാറാകുന്നുണ്ടോ? വിധിക്കുവാനുള്ള അധികാരം ദൈവത്തിൻ്റെതാണ്. സഹായിക്കാനുള്ള ചുമതല മാത്രമാണ് നമുക്കുള്ളത്. സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് പറയുകയാണ്, മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് നിന്റെ സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റുക. നീ മറ്റുള്ളവരോട് എത്രത്തോളം കരുണ കാണിക്കുന്നുവോ അത്രത്തോളം ദൈവം നിന്നോട് കരുണ കാണിക്കും. മുറിവുണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ മുറിവുണക്കാൻ പ്രയാസമാണ്. വിധി ദൈവത്തിന് വിടുക, വിനയം കൂട്ടിന് വയ്ക്കുക. കുറ്റം കാണുന്ന കണ്ണല്ല നമുക്ക് വേണ്ടത്, കഷ്ടപ്പാട് കാണുന്ന ഹൃദയമാണ് വേണ്ടത്. മറ്റൊരാളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉടനെ വിധിക്കാതെ അവർക്കായി വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പരീശന്മാരും ശാസ്ത്രിമാരും ചിന്തിക്കാതെ ഒരു വശം യേശു ചിന്തിച്ചു, അതുപോലെ മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കാൻ ശീലിക്കണം. മറ്റുള്ളവരുടെ തെറ്റുകൾ നോക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിലെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. പരീശന്മാരും ശാസ്ത്രിമാരും ആ വീട്ടിൽ നിന്ന് മടങ്ങിയെന്ന് അസ്വസ്ഥരായിട്ടാണ്. എന്നാൽ തളർവാദ രോഗം പിടിച്ചവൻ മടങ്ങിയത് സന്തോഷവാനായിട്ടാണ്. നമ്മെ വിധിക്കുന്നവരെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. കാരണം നമ്മെ വിധിക്കുന്നവരല്ല നമ്മെ വിടുവിക്കുന്നത്, മറിച്ച് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമുക്ക് വിധിക്കുന്നവരല്ല, താങ്ങുന്നവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. 14-ാമത്തെ ചിന്ത, യേശുക്രിസ്തു അവരുടെ ഹൃദയത്തിലെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഹൃദയത്തിലെ നിശബ്ദ സംഭാഷണങ്ങൾ അദ്ദേഹം തിരിച്ചറിയുകയാണ്. അവർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നെന്ന് യേശു ഉടനെ തൻ്റെ ആത്മാവിൽ അറിയുകയാണ്. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ പരസ്യമായി എതിർത്തില്ല, അവർ തങ്ങളുടെ ഉള്ളിലാണ് ചിന്തിച്ചത്. എന്നാൽ വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നതാണ് നമ്മുടെ ചിന്തകളെന്ന് അവർ മറന്നുപോയി. മനുഷ്യർ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നോക്കുന്നു. പുറമേ നാം കാണിക്കുന്ന ഭക്തിയല്ല, മറിച്ച് ഉള്ളിലെ വിചാരങ്ങളാണ് ദൈവത്തിന് പ്രധാനം. ഈ കാലഘട്ടങ്ങളിൽ പുറമേ ഭക്തരായിട്ട് അഭിനയിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യരെവിടെ നോക്കിയാലും ഭക്തി ചമയുന്നവരാണ്, പക്ഷെ ക്രിസ്തു ഹൃദയങ്ങളാണ് അറിയുന്നത്. രഹസ്യമായി നാം ചിന്തിക്കുന്ന ഓരോ കാര്യവും ദൈവത്തിൻ്റെ മുമ്പിൽ പരസ്യമാണ്. അത് കുറ്റപ്പെടുത്തുന്ന ചിന്തയായാലും പ്രത്യാശയോടുള്ള പ്രാർത്ഥനയായാലും അവൻ അറിയുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു അറിയാതെ പല കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിരുദ്ധമായി മനസ്സിൽ ചിന്തിക്കുകയും പുറമേ നല്ല ഭക്തരായിട്ട് അഭിനയിക്കുകയും ചെയ്യും. എന്നാൽ കർത്താവ് നിന്റെ ഹൃദയത്തെ അറിയുന്നു. പലപ്പോഴും നമ്മുടെ അറിവുകളും നിയമങ്ങളും ദൈവത്തിൻ്റെ പുതിയ പ്രവർത്തികളെ മനസ്സിലാക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. ദൈവത്തെ നമ്മുടെ ബുദ്ധിയുടെ ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നാം അത്ഭുതങ്ങളെ തള്ളിക്കളയുന്നത്. യേശുവരോട് പറഞ്ഞ്, നിങ്ങൾ ഹൃദയത്തിൽ വെച്ച് എന്തിനു ചിന്തിക്കുന്നു? ഈ ചോദ്യത്തിലൂടെ വെറുതെ ഒരു മനുഷ്യനെ, മറിച്ച് മനുഷ്യ ഹൃദയങ്ങളെ വായിക്കുന്ന ദൈവമാണ് യേശു തിരിച്ചറിയുന്നത്. തളർവാദക്കാരൻ്റെ ശാരീരിക അവസ്ഥയേക്കാൾ യേശു ശ്രദ്ധിച്ച അവിടെ ഇരുന്നവരുടെ ആത്മീയമായ വളർച്ചയെ കൂടിയാണ്. അതുകൊണ്ടാണ് യേശുവിടെ പ്രസംഗിച്ചത്. വേദപുസ്തകത്തിൽ അനേക ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. അതിലൊന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നഥാനിയേലിനെ യേശു കാണാൻ വരുന്നതിന് മുമ്പ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു. അവനെ കണ്ട യേശു ഉടനെ പറഞ്ഞു, നീ അത്തിമരത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടുവെന്ന്. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കാം, ഹൃദയത്തെ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കാം, ക്രിസ്തുവിനോട് ചേർന്നിരിക്കാം. 14-ാമത്തെ ചിന്ത തന്നെയാണ് നമ്മുടെ പരീശന്മാരും ശാസ്ത്രിമാരും അവരുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും കർത്താവ് പറഞ്ഞു. നമ്മുടെ ചിന്തയും ഹൃദയങ്ങളെയും കർത്താവ് അറിയുന്നു. നമ്മുടെ ചിന്തയും ഹൃദയവും ദൈവത്തിന് വേണ്ടി കൊടുക്കാം. വിശുദ്ധനായ ഇവാനിയോസ് പറയുകയാണ്, ദൈവം നിന്റെ നാവിനെയല്ല നിന്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെയാണ് കേൾക്കുന്നത്.
അതുകൊണ്ട് നിന്റെ ചിന്തകളെ വിശുദ്ധമായി സൂക്ഷിക്കാൻ നമുക്ക്. മനസ്സിൽ വിചാരിക്കുന്നത് മണ്ണിൽ വീണ വിത്തുകളെ പോലെയാണ്. ദൈവം അത് മുളയ്ക്കുന്നത് കാണുന്നുണ്ട്. ഹൃദയം വൃത്തിയാക്കിയാൽ കർത്താവ് അവിടെ വിരുന്നിന് വരും. ആയതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാം. ആ പരീശന്മാരെ ശാസ്ത്രിമാരെ പോലെ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെക്കുറിച്ച് മോശമായ വിധിത്തീർപ്പുകൾ നടത്താതിരിക്കാൻ ശ്രമിക്കാം. അവർ വിചാരിച്ചത് യേശു പാവം മോചിച്ചു എന്ന് വെറുതെ പറയുക എന്നാണ്. എന്നാൽ ആ വാക്കുകൾക്ക് പിന്നിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ്റെ അധികാരമുണ്ടെന്ന് അവർ അറിഞ്ഞില്ല. നമ്മുടെ ഹൃദയത്തിലെ നല്ല ചിന്തകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തെറ്റായ വിചാരങ്ങളെ തിരുത്താൻ നമുക്ക് ശ്രമിക്കാം. 15ാമത്തെ ചിന്ത പറയുകയാണ്, മനുഷ്യപുത്രൻ ഭൂമിയിലെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയണതിന്. കർത്താവ് പറയുകയാണ്, കർത്താവിന് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ടെന്ന്. യേശു തൻ്റെ അധികാരം പ്രകടിപ്പിച്ച് തർക്കിക്കാനല്ല, മറിച്ച് തളർന്നു പോയവന് വീണ്ടെടുക്കാനാണ്. ദൈവത്തിൻ്റെ അധികാരം നമ്മെ ഭരിക്കാനാണ്, മറിച്ച് നമ്മെ ഭരിക്കാനല്ല, മറിച്ച് നമ്മെ സ്വതന്ത്രനാക്കാനാണ്. ആ അധികാരത്തിന് മുമ്പിൽ നാം എത്രത്തോളം വിനയപ്പെടുന്നു അത്രത്തോളം വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ശാസ്ത്രിമാർ ക്രിസ്തുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തപ്പോൾ തളർവാദക്കാരൻ ആ അധികാരത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ചു. ചോദ്യം ചെയ്യുന്നവർക്ക് അത്ഭുതം വെറും തർക്ക വിഷയമാണ്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് അത് ജീവൻ തന്നെ മാറ്റിമറിക്കുന്ന അനുഭവമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ആത്മാവിന് ശരീരത്തിന് മേൽ അധികാരമുണ്ടെന്ന് സമ്മതിക്കുന്നിടത്താണ് യഥാർത്ഥമായ സൗഖ്യം നൽകി വരികയുള്ളൂ. ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നമുക്കായിരിക്കാം. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോഴാണ്. എത്ര വലിയ കപ്പലാണെങ്കിലും അത് ക്യാപ്റ്റൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിരിക്കണം. നമ്മുടെ ജീവിതമാകുന്ന കപ്പലിൻ്റെ അധികാരം ക്രിസ്തുവിന് നൽകുമ്പോൾ അത് സുരക്ഷിതമായി കരയ്ക്കടുക്കും. വിശുദ്ധനായ അന്തോണിയോസ് പറയുകയാണ്, മരുഭൂമിയിലെ സന്യാസ പ്രസ്ഥാനത്തിന് അന്തോണിയോസ് പറയുകയാണ്, നിന്റെ ഇഷ്ടത്തെ ദൈവത്തിന് കീഴ് വയ്ക്കുക, അപ്പോൾ നീ ലോകത്തെ ജയിക്കും. ക്രിസ്തുവിൻ്റെ അധികാരം സ്നേഹമാണ്. ആ സ്നേഹത്തിന് കീഴടങ്ങുന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അവൻ്റെ അധികാരത്തിന് മുമ്പിൽ അഹങ്കാരം അസ്തമിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര വലുതാണെങ്കിലും നമ്മൾ എത്ര വലിയവരാണെങ്കിലും ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിൽ നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ സ്വന്തം ബുദ്ധിയിൽ മാത്രം എടുക്കാതെ ദൈവത്തിൻ്റെ അധികാരത്തിനും വചനത്തിനും വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ അധികാരം ചോദ്യം ചെയ്യുന്ന ശാസ്ത്രിമാരുടെ മനോഭാവം വെടിഞ്ഞ് അത് സ്വീകരിക്കുന്ന തളർവാദക്കാരൻ്റെ വിനയം വളർത്തിയെടുക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ നിയന്ത്രണമില്ലാത്ത വലിയ പ്രതിസന്ധികളെ കർത്താവേ, ഇത് ഞാൻ എൻ്റെ അധികാരത്തിൻ്റെലേക്ക് വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിക്കാം. മറ്റുള്ളവരുടെ മേൽ അധികാരം കാണിക്കുന്നതിന് പകരം അവരെ സേവിക്കാനുള്ള അധികാരമായി അതിനെ മാറ്റാം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കലാണ്. പാപമോചനത്തിലുള്ള ക്രിസ്തുവിൻ്റെ അധികാരം ഇന്നും ലഭ്യമാണെന്ന് വിശ്വസിച്ച് അനുതാപത്തോടെ അവനെ സമീപിക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റാൻ അധികാരമുണ്ടെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും യേശു കർത്താവാണെന്ന പ്രഖ്യാപനം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണെന്ന ബോധ്യം നമുക്ക് വലിയ സുരക്ഷിതത്വവും സമാധാനം നൽകട്ടെ. ആയതുകൊണ്ട് അവൻ്റെ അധികാരത്തിന് കീഴിൽ നമുക്ക് ആയിരിക്കാം. 16ാമത്തെ ചിന്ത, യേശു അവനോട് പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് വീട്ടിലേക്ക് പോവുക. മർക്കോസ് 2:11. കിടക്കെടുക്കുക, അടിമത്തത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, നിയന്ത്രിക്കപ്പെട്ടവനിൽ നിന്ന് നിയന്ത്രിക്കുന്നവരിലേക്ക്. വർഷങ്ങളോളം ആ മനുഷ്യൻ ആ കിടക്കയിലായിരുന്നു. അവൻ്റെ ലോകം കിടക്കാൻ അവനെ താങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ആ കിടക്കയ്ക്ക് അവൻ അടിമയായിരുന്നു. തളർവാദക്കാരനെ സംബന്ധിച്ചിടത്തോളം കിടക്ക അവൻ്റെ നിസ്സഹായാവസ്ഥയുടെയും രോഗത്തിൻ്റെ അടയാളമായിരുന്നു. യേശു അവനോട് പറയുകയാണ്, കിടക്ക അവിടെ ഇട്ടേച്ച് പോകാനല്ല പറഞ്ഞു, മറിച്ച് അത് എടുത്തുകൊണ്ട് പോകാനാണ് പറഞ്ഞത്. നിന്നെ ഇതുവരെ തളച്ചിട്ടത് ഏതാണോ അതിൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ ദൈവം നിനക്ക് ശക്തി നൽകുന്നു. നിന്നെ നിയന്ത്രിച്ച സാഹചര്യങ്ങളിൽ നീ തന്നെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ്. അവൻ ആ കിടക്കയുമായും നടക്കുമ്പോൾ കാണുന്നവർക്കെല്ലാം മനസ്സിലാകും അതവനെ ഇത്രയും കാലം കിടന്നിരുന്ന അതേ കിടക്കയാണെന്ന്. നമ്മുടെ പരാജയത്തിൻ്റെ അടയാളങ്ങളെ ദൈവം വിജയത്തിൻ്റെ മകുടങ്ങളാക്കി മാറ്റും. നമ്മുടെ കണ്ണുനീരിൻ്റെ കാരണമായിരുന്ന കാര്യങ്ങൾ നാളെ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ കാരണമായി മാറും. ആയതുകൊണ്ട് നമ്മൾ കിടന്നിരുന്ന കിടക്കകളെ എടുത്തുയർത്തുവാൻ
നമ്മുടെ പ്രതിസന്ധികളെ നമ്മൾക്ക് വിജയ കിരീടങ്ങളാക്കി മാറ്റുവാൻ കർത്താവ് നമുക്ക് ഇട നൽകും. നമുക്കെറിയുന്ന ഓരോ കല്ലുകളും ആ കല്ലുകൾ കൊണ്ട് നമ്മൾ കോട്ടകൾ കെട്ടും. ആയതുകൊണ്ട് നമ്മുടെ തളർച്ചയുടെ അടയാളങ്ങൾ നശിപ്പിച്ചു കളയാനുള്ളതല്ല, മറിച്ച് ദൈവമഹത്വത്തിനായി ഉയർത്തിപ്പിടിക്കാനുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്നലെ നിന്നെ പൂട്ടിയ ചങ്ങല ഇന്ന് നിന്റെ കയ്യിലെ ആഭരണമായി മാറും. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ. നിന്നെ വീഴ്ത്തിയവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിർത്താൻ കർത്താവ് നിനക്ക് ഇടവരുത്തും. ഭാരം ചുമക്കുവാനല്ല, ഭാരത്തെ ജയിക്കുവാനാണ് കർത്താവ് നിനക്ക് ഇടവരുന്നത്. കിടക്ക നിന്നെ കിടത്തരുത്, നീ കിടക്ക എടുക്കണം. ഭയമോ ദാരിദ്ര്യമോ മോശമായ മുൻകാല അനുഭവങ്ങളോ നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ക്രിസ്തുവിൻ്റെ ശക്തിയാൽ അവയ്ക്ക് മുകളിൽ അധികാരം സ്ഥാപിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനമായ പാഠങ്ങളെ മറ്റുള്ളവർക്ക് വഴികാട്ടികളാക്കി മാറ്റുക. ഞാനിതിലൂടെ കടന്നുപോയവനാണ്, ദൈവം എന്നെ ഇതിൽ നിന്ന് വിടുവിച്ചു എന്ന് ധൈര്യത്തോടെ പറയുക. സ്വന്തം കിടക്കെടുക്കുന്നതിനർത്ഥം സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ്. മറ്റുള്ളവർ നമ്മളെ ചുമക്കാൻ കാത്തു നിൽക്കാതെ ദൈവകൃപയിൽ സ്വന്തം കാലിൽ നിൽക്കുക. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഇത്രയും കാലം ചുമന്നു, എന്നാൽ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവൻ സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് ഇടവന്നു. 17ാമത്തെ ചിന്ത യേശു പറയുകയാണ്, നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകാൻ പറയുകയാണ്. യേശു അവനെ സൗഖ്യമാക്കുന്ന അവനെ വെറുതെ വിടാനല്ല, മറിച്ച് അവനെ തൻ്റെ കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് സജീവമായി തിരികെ വിടാനാണ്. ഇവിടെ വീടെന്നത് കേവലം ഒരു കെട്ടിടമല്ല, മറിച്ച് ബന്ധങ്ങളുടെ വീടെടുപ്പും ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള മടക്കവുമാണ്. തളർവാദക്കാരൻ അത്രയും കാലം തള്ളപ്പെട്ടവനായിരുന്നു. എന്നാൽ സൗഖ്യം ലഭിച്ചപ്പോൾ യേശുവിനോട് ആദ്യം പറഞ്ഞത് വീട്ടിലേക്ക് പോകാനാണ്. നമ്മുടെ ആത്മീയ യാത്രയുടെ ലക്ഷ്യം ദൈവമാകുന്ന ഭവനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സിയോൺ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി പോകുന്നു കുരിശിൻ്റെ പാതയിൽ. നമ്മുടെ ലക്ഷ്യം വീട്ടിലേക്ക് പോകാൻ പറയുന്നത് കർത്താവിടെ അർത്ഥമാക്കുന്നതോട് ചേർന്നിരുന്ന് പറയട്ടെ, ദൈവിക ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നാണ്. ക്രിസ്തു നമ്മെ സൗഖ്യമാക്കുന്ന നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ സാക്ഷികളെ ജീവിക്കാനാണ്. ധൂർത്തപുത്രൻ തൻ്റെ തളർച്ചകളും പരാജയങ്ങളും കഴിഞ്ഞ് പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവിടെ വലിയൊരു വിരുന്നൊരുക്കപ്പെട്ടു. ദൈവത്തെങ്കിലേക്കുള്ള മടക്കം എപ്പോഴും വലിയ ആഘോഷമാണ്. സന്ധ്യയാകുമ്പോൾ പക്ഷികൾ തങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങുന്നു. അതുപോലെ ജീവിതമാകുന്ന പകുതി വരുമ്പോൾ ആത്മാവ് അതിൻ്റെ ഉറവിടമായ ദൈവത്തെങ്കിലേക്ക് മടങ്ങേണ്ടതാണ്. സുറിയാനി സഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്, നീ എവിടെയായിരുന്നാലും നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കട്ടെ. അവിടെയാണ് നിനക്ക് നിത്യമായ വിശ്രമം ലഭിക്കുന്നത്. ഒടുവിൽ ചേരേണ്ടത് ഉടയവൻ്റെ അടുക്കിലേക്കാണ്. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ആദ്യം നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം പകരാൻ ഉപയോഗിക്കാം. സഭയും കുടുംബത്തെയും ദൈവസാന്നിധ്യമുള്ള സ്വർഗീയ ഭവനങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങളുമായി ക്രൈസ്തവ രീതിയിൽ നമുക്ക് ജീവിതത്തെ ക്രമീകരിക്കാം. നമ്മുടെ ജീവിതയാത്രയുടെ അന്തിമ ലക്ഷ്യം ദൈവത്തിൻ്റെ ഭവനമാണെന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും ജീവിക്കാം. നമ്മുടെ കുടുംബങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനും അവരോട് സ്നേഹത്തോടെ ഇടപെടാനും പ്രത്യേകമായി ശ്രദ്ധിക്കാം. വഴിതെറ്റിപ്പോയ സഹോദരങ്ങളെ സ്നേഹപൂർവ്വം പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാം. വീടിനുള്ളിൽ കലഹങ്ങൾ മാറ്റി അവിടെ ക്രിസ്തുവിൻ്റെ സമാധാനം നിറയ്ക്കാം. ബോധപൂർവം പ്രവർത്തിക്കാം. നമ്മെ തളർത്തിയിരുന്ന പാപത്തിൻ്റെ ദേശത്തുനിന്ന് വിട്ട് ദൈവത്തിൻ്റെ കൃപയുടെ ദേശത്തേക്ക് മടങ്ങാം. 18ാമത്തെ ചിന്ത, ആ രോഗിയോട് കർത്താവ് സൗഖ്യം നൽകി നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആ വീഴ്ചകളെല്ലാം വളർച്ചകളാക്കുന്ന പുതിയൊരു തുടക്കമാണ്. ദി റിസ്റ്റോറേഷൻ ടു എ ന്യൂ മിഷൻ. നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മുടെ വീഴ്ചകളെല്ലാം വളർച്ചകളായി കർത്താവ് മാറ്റിയെടുക്കും. പലപ്പോഴും നാം വീണുപോയ ഇടങ്ങളിൽ നമ്മളെ തളച്ചിടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാൽ യേശുവിൻ്റെ വചനം നമ്മെ പഴയ തളർച്ചയുടെ അടയാളമായ കിടക്കെ ഒരു വിജയ സ്മാരകമായി ചുമക്കാൻ പഠിപ്പിക്കുന്നു. നാം എവിടെയാണോ തളർന്നുവെന്ന് അവിടെ തന്നെ ദൈവത്തിൻ്റെ കരുത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് യഥാർത്ഥ സൗഖ്യം. കാഴ്ചയില്ലായ്മ എന്ന തൻ്റെ കിടക്കയെ ലോകത്തിന് അനുഗ്രഹമായ സംഗീതമാക്കി മാറ്റിയ ഒരു പാട്ടുകാരിയുണ്ട്, ഫാനി ക്രോസ്ബിയെ കുറിച്ച് നമുക്കറിയാം. ജനിച്ച 6 ആഴ്ച കഴിഞ്ഞപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷേ ലോകത്തിന് ഒരുപാട്
ക്രിസ്തീയ ഗാനങ്ങൾ അവരുടെ കൈകളിലൂടെ എഴുതപ്പെട്ടു. യേശു എനിക്കരികെന്ന ബ്ലെസ്ഡ് അഷുറൻസ് എന്ന് പറയുന്ന പ്രശസ്തമായ ഇംഗ്ലീഷ് ഗാനം എഴുതിയ കവയിത്രി കൂടിയാണ് അവർ. കാഴ്ചയില്ലായ്മ തൻ്റെ കിടക്കയെ ലോകത്തിന് അനുഗ്രഹമായ സംഗീതമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. തളർവാദക്കാരൻ വീട്ടിലേക്ക് നടങ്ങിയതുപോലെ ഭാര്യ തൻ്റെ പരിമിതികളെ ദൈവമഹത്വത്തിലുള്ള വേദിയാക്കി മാറ്റി. നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആ വീഴ്ചകളെ വളർച്ചയാക്കി മാറ്റും. ചിപ്പിക്കുള്ളിൽ വീഴുന്ന മണൽത്തരി ഉണ്ടാക്കുന്ന മുറിവിൽ നിന്നാണ് വിലയേറിയ മുത്തുണ്ടാകുന്നത്. നമ്മുടെ വേദനകളും വീഴ്ചകളും ദൈവം വിലയേറിയ മുത്തുകളാക്കി മാറ്റും. നമ്മെ തളച്ചിടുന്ന പഴയ പരാജയങ്ങളെയും പാപങ്ങളെയും ഓർത്ത് നീ ദുഃഖിക്കാതെ അവയ്ക്ക് മുകളിൽ വിജയം വരിക്കാം. ദൈവം നമുക്ക് നൽകിയ സൗഖ്യവും വിടുതലും നമ്മുടെ സ്നേഹത്തിൻ്റെയും കരുതലിലൂടെയും നമുക്ക് ദേശത്തും വെളിപ്പെടുത്താം. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട് നമ്മൾ തളർന്നിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മെ എടുത്തുയർത്തി തളർച്ചയെ അനുഗ്രഹമാക്കി മാറ്റാൻ ശക്തനായ ദൈവത്തിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. രോഗിയായിരുന്നപ്പോൾ ലഭിച്ച ദൈവിക സ്പന്ദനം ആരോഗ്യവാനായിരിക്കുമ്പോൾ ദൈവത്തെ സേവിക്കാനുള്ള ഇന്ധനമാക്കി മാറ്റാം. നമ്മുടെ വീഴ്ചകളെക്കുറിച്ചുള്ള പരിഹാസങ്ങളെ ദൈവമഹത്വത്തിലുള്ള സാക്ഷ്യങ്ങളാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. നമ്മൾ തളച്ചിരിക്കുന്ന പല കിടക്കകളുണ്ട്, പല സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലാണെന്നും നാം ഇനി അതിന് അടിമകളല്ലെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ജീവിതത്തിൻ്റെ ഓരോ പുതിയ ദിവസത്തെയും ക്രിസ്തു നൽകിയ രണ്ടാമത്തെ അവസരമായി കണ്ട് ആവേശത്തോടും പ്രത്യാശയോടും കൂടി നമുക്ക് ജീവിക്കാം. ആ 19ാമത്തെ ചിന്ത, അവൻ കിടക്കയെടുത്ത് ഉടനെ തന്നെ കിടക്കയെടുത്ത് എന്നാണ് മർക്കോസ് 2:12 പറയുന്നത്. ഉടനെയുള്ള അനുസരണം അത്ഭുതത്തിലേക്കുള്ള ഏക വഴിയാണ്. ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ് ദ ഗേറ്റ് വേ ടു മിറക്കിൾസ്. ഉടനെയുള്ള അനുസരണം, സംശയിക്കാത്ത വിശ്വാസം, അൺക്വസ്റ്റനിങ് ഫെയ്ത്ത്. യേശു എഴുന്നേൽക്കെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ തൻ്റെ തളർന്ന കൈകാലുകളിലേക്കല്ല നോക്കിയത്. അവൻ സംശയിച്ചില്ല, ഞാൻ ഒരിക്കലും എഴുന്നേൽക്കില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ എല്ലാ കാലവും കിടക്കെ തന്നെയായിരിക്കും, ഞാനൊരിക്കലും എഴുന്നേൽക്കില്ല, അങ്ങനെ ചിന്തിച്ചല്ല വരുന്നത്. യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. കൽപ്പിച്ചവൻ്റെ വാക്കിലേക്കാണ് നോക്കിയത്, അവൻ്റെ കൈകാലുകളിലേക്കല്ല. ഇത്രയും കാലം എനിക്ക് കഴിയാത്തത് ഇപ്പോൾ എങ്ങനെ കഴിയുമെന്ന് അവൻ തർക്കിച്ചില്ല. അനുസരണം വൈകുന്നത് അനുസരണക്കേടിന് തുല്യമാണ്. തളർവാദക്കാരൻ തൻ്റെ യുക്തിക്ക് മുകളിൽ യേശുവിൻ്റെ അധികാരത്തെ പ്രതിഷ്ഠിച്ചു. നമ്മൾ പലപ്പോഴും യുക്തിയുടെ പുറകെ പോവുകയാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ യുക്തിയുടെ പുറകെ പോകാതിരിക്കാം. ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാം. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാകാൻ കാത്തു നിൽക്കാതെ ഉടനെ പ്രവർത്തിക്കുന്നിടത്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. യേശുവിൻ്റെ വാക്കിലൊരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയെ സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറായി. അവൻ പരിശ്രമിച്ചപ്പോൾ ദൈവം അവന് ശക്തി നൽകി. അവൻ കിടന്നുകൊണ്ട് തന്നെ സൗഖ്യം പരിശോധിക്കാൻ ശ്രമിച്ചില്ല, മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൻ സൗഖ്യമായതെന്ന് തിരിച്ചറിഞ്ഞു. പലപ്പോഴും ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് ആദ്യത്തെ ചൂട് വെക്കാൻ നാം തയ്യാറായാൽ ബാക്കി ദൈവം ചെയ്തുകൊള്ളും. വിശുദ്ധനായ പത്രോസ് കർത്താവിൻ്റെ വാക്ക് കേട്ട് വലയെറിഞ്ഞപ്പോൾ വലക്ക് നിറയെ മത്സ്യക്കൂട്ട് ലഭിച്ചു. വേദപുസ്തകത്തിൽ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അനുസരണത്തിലൂടെ അഭിഷേകമുണ്ടാകും. അനുസരണത്തിലൂടെ അഭിഷേകമുണ്ടാകും. അനുസരണമാണ് അത്ഭുതത്തിൻ്റെ താക്കോൽ. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ബുദ്ധി കൊണ്ട് അളക്കരുത്, ഭക്തി കൊണ്ട് അനുസരിക്കണം. സാഹചര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നുമ്പോഴും ദൈവം പറഞ്ഞ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുക. തളർവാദക്കാരൻ എഴുന്നേറ്റു എന്ന് മാത്രമല്ല, കിടക്കെടുക്കുകയും ചെയ്തു. ദൈവം പറയുന്ന കാര്യങ്ങൾ പകുതി വഴിയിൽ നിർത്താതെ പൂർണ്ണമായി പാലിക്കാൻ ശ്രമിക്കുക. ആ മനുഷ്യൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ഇന്നും ആ കിടക്കയിൽ തന്നെ ഇരുന്നേനെ. അവൻ്റെ അനുസരണമാണ് അവൻ്റെ തളർച്ചയെ മാറ്റിയത്. ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ദൈവം ചില കാര്യങ്ങൾ പറയുന്നുണ്ടാകും. അത് പാവം ഉപേക്ഷിക്കാനോ മറ്റുള്ളവരോട് ക്ഷമിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യുവാനോ ആയിരിക്കാം. സംശയിക്കാതെ ഉടനെ അതനുസരിക്കുക. ഇതാ അത്ഭുതം നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കും. 20ാമത്തെ ചിന്ത, വിസ്മയങ്ങളെ സാക്ഷ്യമാക്കുന്ന വിളംബരം. ദ യൂണിവേഴ്സൽ പ്രൊക്ലമേഷൻ ഓഫ് വണ്ടേഴ്സ്. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി.
ഒരു അത്ഭുതം സംഭവിക്കുന്ന വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് അത് കാണുന്നവർ ദൈവത്തെ മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ്. തളർവാദക്കാരൻ്റെ വിടുതൽ കണ്ട ജനക്കൂട്ടം പ്രകോപിതരായി അല്ല, മറിച്ച് അവർ ഏകോപിതമായി ദൈവത്തിന് മഹത്വം കൊടുത്തു. അവിടെ പ്രകോപിതരായവർ പരീശന്മാരും ശാസ്ത്രിമാരുമാണ്. എന്നാൽ അവർ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ലോകത്തിനു മുമ്പിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന സാക്ഷ്യമായി മാറണം. അത്ഭുതം അവസാനിക്കുന്ന തളർവാദക്കാരൻ നടന്നു പോകുമ്പോഴല്ല, മറിച്ച് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അത്ഭുതപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. കണ്ണാടിക്ക് സ്വന്തമായി പ്രകാശമില്ല, എന്നാൽ അത് സൂര്യന് നേരെ പിടിക്കുമ്പോൾ ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവമഹത്വത്തെ പ്രതിഫലിക്കുന്ന കണ്ണാടിയായി മാറണം. ഈ കാലഘട്ടങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ സ്വന്തം ക്രെഡിറ്റ് മാത്രമായിട്ട് കാണുന്ന ഈ കാലഘട്ടമാണ്. എല്ലാ മഹത്വവും യേശുവിന് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നമ്മളോട് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ആരെങ്കിലോടും വ്യക്തിപരമായി ഷെയർ പറയുമ്പോൾ നാം മനസ്സിലാക്കുക, നമ്മുടെ കഴിവല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവം നൽകിയതാണ്, ദൈവത്തിൻ്റെ കൃപയാണെന്ന് നാം തിരിച്ചറിയണം. ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസത്തെ ദൈവമഹത്വത്തിനായി സമർപ്പിക്കണം. 21ാമത്തെ ചിന്ത, കവർന്നഗൂമിലെ ആ കൊച്ചു വീട് ഒരു സ്വർഗീയ വീടിന് തുല്യമാണ്, ഒരു ദേവാലയത്തിന് തുല്യമാണ്. ആ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ക്രിസ്തുവുണ്ട്, പാപമോചനമുണ്ട്, സൗഖ്യമുണ്ട്, സ്തുതിയുണ്ട്, ഐക്യമുണ്ട്. നമ്മുടെ ഓരോ ദേവാലയങ്ങളും ഇങ്ങനെയായിരിക്കണം. പാപമോചനം ലഭിക്കുന്ന ഇടം, ക്രിസ്തുവുള്ള ഇടം, സൗഖ്യമുള്ള ഇടം, സ്തുതി കരയറ്റുന്ന ഇടം, ഐക്യമുള്ള ഇടമായിരിക്കണം. വിശുദ്ധനായ ജെറോം പറയുകയാണ്, വിശ്വാസിയുടെ ജീവിതം ഈ ഭൂമിയിലാണെങ്കിലും അവൻ്റെ ഹൃദയം സ്വർഗത്തിലെ വിരുന്നിലായിരിക്കണം. നമ്മുടെ ആരാധനകൾ വെറും ചടങ്ങുകളായി മാറാതെ സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റാം. നമ്മുടെ ദേവാലയങ്ങൾ വെറും കെട്ടിടങ്ങളായി മാറാതെ ക്രിസ്തുവും ഐക്യവും സ്തുതിയും അത്ഭുതങ്ങളുടെയും ഇടങ്ങളാക്കി മാറ്റാം. നമുക്ക് തളർവാദക്കാരന് പാപമോചനം ലഭിച്ചതുപോലെ ആത്മീയ വിശുദ്ധി ലഭിക്കുന്ന ഇടങ്ങളായി നമ്മുടെ ദേവാലയങ്ങളെ മാറ്റിമാറ്റാം. 22ാമത്തെ ചിന്ത, ദ ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു എ ന്യൂ ക്രിയേഷൻ, പഴയതിനെ പുതുതാക്കുന്ന ദൈവിക രൂപാന്തരം. 2-ാം അധ്യായം 12-ാമത്തെ വാക്യം മർക്കോസ് ലേഖയുടെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. എല്ലാവരും കാണുക പുറപ്പെട്ടു പോയി. അവിടെ ഇരുന്നു എന്നല്ല, ആ തളർവാദക്കാരൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് വന്നതുപോലെയല്ല. വന്നപ്പോൾ അവൻ മറ്റുള്ളവരാൽ ചുമക്കപ്പെട്ടവനായിരുന്നു. പോകുമ്പോൾ സ്വന്തം ഭാരം ചുമക്കുവാനായി അവനിട വന്നു. പുതിയ വ്യക്തിയായി മാറ്റപ്പെട്ടു. മുട്ടയ്ക്കുള്ളിൽ തളച്ചിടപ്പെട്ട ഒരു കുഞ്ഞ് ആ മുട്ടത്തോട് തകർത്ത് പുറത്തു വരുമ്പോൾ മാത്രമാണ് അതിന് ആകാശം സ്വന്തമാകുന്നത്. ക്രിസ്തു നമ്മുടെ പഴയ കവചങ്ങളെ തകർക്കുന്നു. തണുത്തിരിക്കുമ്പോൾ മെഴുകുതിരി ഒരു സാധാരണ മെഴുകു വസ്തുവാണ്. എന്നാൽ അഗ്നി പടരുമ്പോൾ അത് പ്രകാശമായി മാറുന്നു. ദൈവത്തിൻ്റെ സ്പർശനം നമ്മളെ പ്രകാശമാക്കി മാറ്റുന്നു. വിശുദ്ധനായ ഐറേനിയസ് പറയുകയാണ്, ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യനെ ദൈവികമാക്കാനാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പഴയ സ്വഭാവങ്ങളിലേക്കും പഴയ പാപങ്ങളിലേക്കും മടങ്ങിപ്പോകാതെ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. തളർവാദക്കാരൻ എല്ലാവരും കാണുക പുറപ്പെട്ടു പോയതുപോലെ നമ്മുടെ സാക്ഷ്യം ധൈര്യപൂർവ്വം ലോകത്തിനു മുമ്പിൽ പ്രകടിപ്പിക്കാം. പരാജയപ്പെട്ട ഇടങ്ങളിൽ തന്നെ വിജയത്തിൻ്റെ പുതിയ കൊടികൾ നാട്ടാൻ ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. 23ാമത്തെ ചിന്ത, വിശുദ്ധ മർക്കോസ് സുവിശേഷം 2-ാമത്തെ വാക്യേ, അവൻ ഉടനെ എഴുന്നേറ്റ് കിടക്കെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു പോയി. പരിഹാസങ്ങളെ പ്രത്യാശയാക്കുന്ന പരസ്യമായ സാക്ഷ്യം, പബ്ലിക് വിറ്റ്നസ് ദാറ്റ് സൈലൻസ്ഡ് ഔട്ട്. തളർവാദക്കാരൻ്റെ സൗഖ്യം ഒരു രഹസ്യമായിരുന്നില്ല. യേശു അവരോട് പറഞ്ഞത് എല്ലാവരും കാണുക പോകാനാണ്. വിശ്വാസം എന്നത് മുറിക്കുള്ളിൽ ഒളിച്ചു വയ്ക്കാനുള്ള, മറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ പ്രകടിപ്പിക്കാനുള്ളതാണ്.
പരിഹസിച്ചവർക്കും സംശയിച്ചവർക്കും മുമ്പിലൂടെ നടന്നു നീങ്ങിയ മനുഷ്യൻ ദൈവത്തിൻ്റെ ജീവിക്കുന്ന പരസ്യമായി മാറി. പലപ്പോഴും നമ്മുടെ വിശ്വാസം ലോകമറിയുന്ന ഭയപ്പെടാറുണ്ട്. പഴയ ശത്രുക്കളെയും വിമർശകരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാൻ കർത്താവ് നിനക്ക് ഇടവരും. നമ്മളെ തളച്ചിട്ട പഴയ കിടക്ക ഇപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ കിരീടമാക്കി കർത്താവ് മാറ്റും. ലോകത്തിൻ്റെ പരിഹാസങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകളാണ് നമ്മുടെ ചുവടുകളെ നിയന്ത്രിക്കേണ്ടത്. പ്രിയമുള്ളവരെ, എല്ലാവരും കാണുക എന്ന വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് സഭയിലും സമൂഹത്തിലും മാതൃകയായ ജീവിതം നമുക്ക് നയിക്കാം. പരിഹസിക്കുന്നവർക്ക് മറുപടി നൽകുന്നതിനേക്കാൾ നല്ലത് ദൈവകൃപയാൽ ഉയർച്ച പ്രാപിച്ച് അവർക്ക് മുമ്പിലൂടെ നടന്നു നീങ്ങുന്നതാണ്. നമ്മുടെ വിശ്വാസം കേവലമായ വ്യക്തിപരമായ ഒന്നല്ല, മറിച്ച് അത് മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന കണ്ണാടിയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ക്രിസ്തു നമ്മോട് പറഞ്ഞ എഴുന്നേറ്റ് നടക്കുക എന്ന കൽപ്പന ലോകത്തിനു മുമ്പിൽ പ്രവർത്തിച്ചു കാണിക്കാം. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിർത്തട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലൂടെ ഈ തളർവാദ രോഗിയെ സൗഖ്യമാക്കിയ അത്ഭുതം പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളോട് നാം സഞ്ചരിച്ചപ്പോൾ, 23 ചിന്തകളിലൂടെ നാം യാത്ര ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ തളർച്ചകൾ അവസാനമല്ല, അത് പുതിയ തുടക്കമാണ്. 4 പേരാൽ ചുമക്കപ്പെട്ട് മേൽക്കൂര പൊളിച്ച് പാപങ്ങളാൽ തളർന്ന് താഴേക്ക് വന്ന ആ മനുഷ്യൻ യേശുവിൻ്റെ മകനെ എന്ന വിളിയിൽ പുതിയൊരു വ്യക്തിയായി മാറി. അവൻ തൻ്റെ കിടക്കെടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഇന്ന് നമ്മൾ ആ വീടിൻ്റെ വാതിക്കലിരിക്കുന്ന ജനക്കൂട്ടത്തെ പോലെയാണോ? അതേ കുറ്റം കണ്ടെത്തുന്ന പരീശന്മാരെ പോലെയാണോ? അതോ സ്നേഹത്തോടെ സഹോദരനെ താങ്ങുന്ന സുഹൃത്തുക്കളെ പോലെയാണോ? നമ്മുടെ ജീവിതത്തിലെ ഏത് തളർച്ചയ്ക്കും ഇന്നൊരു പരിഹാരമുണ്ട്. യേശു നമ്മളോട് പറയുകയാണ്, മകനെ മകളെ എഴുന്നേൽക്കുക, നിന്റെ കിടക്കെടുത്ത് നടക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് മുകളിൽ അധികാരം സ്ഥാപിച്ച് വിജയശ്രീലാളിതനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കിടക്കെടുത്ത് നടക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.